നമസ്കാരം. പ്രധാന വാർത്തകൾ. കരുവന്നൂർ ബാങ്കിലേത് ഗുരുതര പ്രശ്നങ്ങൾ എന്ന് മന്ത്രി വി.എൻ. വാസവൻ. ഇ.ഡി. അന്വേഷണം തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള കടന്നുകയറ്റമെന്നും വിമർശനം. സഹകരണ മേഖലയിൽ പാർട്ടിക്ക് തെറ്റുപറ്റിയിട്ടില്ലെന്ന് മന്ത്രി കെ രാധാകൃഷ്ണൻ. കൂടുതൽ രേഖകൾ ഹാജരാക്കാൻ എം.കെ. കണ്ണന് ഇ.ഡി. നിർദ്ദേശം. കോട്ടയത്ത് കുടുംബശ്രീ അയൽക്കൂട്ടത്തിന്റെ പേരിൽ വായ്പാ തട്ടിപ്പെന്ന് ഇ.ഡിക്ക് പരാതി. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ രാഷ്ട്രീയ പ്രചാരണത്തിന് കോൺഗ്രസ്. അടുത്തയാഴ്ച മുതൽ ജില്ലകളിൽ നേതൃസംഗമം. തീരുമാനം കെ.പി.സി.സി വിശാല എക്സിക്യൂട്ടീവിൽ. മന്ത്രിമാർ രാഷ്ട്രീയ പ്രതിരോധം തീർക്കണമെന്ന് CPM. ഓഫീസ് അവധി ദിനങ്ങളിലും പ്രവർത്തിക്കണം. പാർട്ടി നയം പാലിക്കണമെന്നും സംസ്ഥാന കമ്മിറ്റി. മാസപ്പടി വിവാദത്തിൽ പോരാട്ടം കടുപ്പിച്ച് മാത്യു കുഴനാടൻ. മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ അന്വേഷണം വേണമെന്ന ആവശ്യം. വിജിലൻസ് ഡയറക്ടറെ നേരിട്ട് കണ്ട് പരാതി നൽകി. ബാലഭാസ്കറിന്റെ മരണത്തിൽ പുനരന്വേഷണം വേണമെന്ന് ഹൈക്കോടതി. ഗൂഢാലോചനയുണ്ടെങ്കിൽ കണ്ടെത്തണമെന്നും നിർദ്ദേശം. അന്വേഷണത്തിലെ തെറ്റ് കോടതിക്ക് ബോധ്യപ്പെട്ടെന്ന് KC ഉണ്ണി. ആദ്യത്തെ അന്വേഷണം ശരിയായിട്ട് നടന്നില്ല എന്ന് നമുക്ക് തോന്നി. അപ്പോൾ ഹൈക്കോടതിയിൽ അപേക്ഷ കൊടുത്തു. അത് നമ്മൾ പറഞ്ഞതിൽ കാര്യമുണ്ടെന്ന് ഹൈക്കോടതിക്ക് തോന്നിയതുകൊണ്ട് രണ്ടാമതൊന്ന് അന്വേഷിക്കാൻ പറയണം. 3 മാസം കൊണ്ട് പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ അന്വേഷിക്കാനുണ്ട്. അതുകൊണ്ട് 3 മാസം കൊണ്ട് പറ്റുമെന്നോ പറഞ്ഞുകൂടാ. പറ്റില്ല എന്നാണ് തോന്നണേ. ഇടുക്കിയിൽ കയ്യേറ്റമൊഴിപ്പിക്കുന്നതിനിടെ കളക്ടറെ മാറ്റുന്നത് എന്തിനെന്ന് ഹൈക്കോടതി. 2 ആഴ്ചയ്ക്കകം വിശദീകരണം നൽകാൻ സർക്കാരിന് നിർദ്ദേശം. കോടതി ഇടപെടൽ വടക്കേ ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് അയക്കുന്നതിൽ. സാഹിത്യ നൊബേൽ നോർവീജിയൻ നാടകകൃത്ത് യോൺ ഫൊസോയ്ക്ക്. നാടകത്തിലൂടെ ശബ്ദമില്ലാത്തവരുടെ ശബ്ദമായെന്ന് സമിതി. അപ്രതീക്ഷിത നേട്ടമെന്ന് യോൺ ഫോസെ. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യക്ക് 21ാം സ്വർണം. മിക്സഡ് ഡബിൾസ് സ്ക്വാഷിലും അമ്പെയ്ത്ത് ടീം ഇനത്തിലും സ്വർണ്ണ നേട്ടം. PV സിന്ധുവിന് നിരാശ. HS പ്രണോയ് സെമി. ക്രിക്കറ്റ് ലോകകപ്പിൽ ഇംഗ്ലണ്ടിനെ വരിഞ്ഞു കെട്ടി ന്യൂസിലാൻഡ്. 230 റൺസ് എടുക്കുന്നതിനിടെ 7 വിക്കറ്റ് നഷ്ടം. ജോ റൂട്ട് 77 റൺസ് എടുത്ത് പുറത്ത്. അടുത്ത ആഴ്ച മുതൽ ജില്ലകളിൽ നേതൃസംഗമവുമായി കോൺഗ്രസ്. പ്രതിപക്ഷ നേതാവും KPCC അധ്യക്ഷനും ജില്ലകളിലേക്ക് പോകും. വിവരങ്ങളുമായി ഡാൻ കുര്യൻ ചേരുന്നുണ്ട്. ഡാൻ, സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ജനങ്ങളുമായി കൂടുതൽ ഇടപഴകിക്കൊണ്ടുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്ന സാഹചര്യമുണ്ട്. അതിന് ബദൽ എന്ന നിലയിലേക്കാണോ പാർട്ടി ഇത്തരത്തിലൊരു പരിപാടി ആഹ്വാനം ചെയ്യുന്നത്? അഭിലാഷ്, പാർലമെന്റ് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നതിന്റെ ഭാഗമായി ചേർന്ന KPCCയുടെ വിശാല എക്സിക്യൂട്ടീവിലാണ് പ്രതിപക്ഷ നേതാവ് VD സതീശനും KPCC അധ്യക്ഷനും K സുധാകരനും ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ചിരിക്കുന്നത്. അതിന്റെ ഭാഗമായാണ് അടുത്ത ആഴ്ച മുതൽ സംസ്ഥാന വ്യാപകമായുള്ള നേതൃസംഗമത്തിന് തീരുമാനം എടുത്തിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് VD സതീശനും KPCC അധ്യക്ഷനും തമ്മിൽ പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഫലപ്രഖ്യാപന ദിവസമുണ്ടായ തർക്കങ്ങൾ പാർട്ടി പ്രവർത്തകർക്കിടയിൽ വലിയ വിമർശനങ്ങൾക്ക് വഴിവെച്ചിരുന്നു. അതിന് പിന്നാലെയാണ് നേതൃത്വം ഒറ്റക്കെട്ടായി മുമ്പോട്ട് പോകണമെന്ന ആഹ്വാനം AICCയിൽ നിന്ന് അടക്കം KPCC വിശാല എക്സിക്യൂട്ടീവിൽ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇരു നേതാക്കളും ഒരുമിച്ച് ജില്ലകളിലേക്ക് എത്തുക എന്നൊരു നീക്കം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇപ്പോഴത്തെ തീരുമാനപ്രകാരം ഒക്ടോബർ 2ാം വാരം മുതൽ ജില്ലകളിൽ നേതൃസംഗമം നടത്തുന്നതിനാണ് തീരുമാനം. രാവിലെ മണ്ഡലം കൺവെൻഷനുകളും വൈകുന്നേരങ്ങളിൽ ബ്ലോക്ക് ഭാരവാഹികൾ വരെ പങ്കെടുക്കുന്ന നേതൃയോഗവും ഇത്തരത്തിലായിരിക്കും ഈ സംഗമങ്ങൾ നടക്കുകയെന്ന സൂചനയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ 7 പ്രമുഖ നേതാക്കന്മാർ നയിക്കുന്ന പദയാത്ര, 2 ജില്ലകളുടെ ചുമതല ഒരു നേതാവിന് എന്ന നിലയിൽ 7 പ്രമുഖർ നയിക്കുന്ന പദയാത്രകളുടെ കാര്യത്തിലും കൂടിയാലോചനകൾ നടന്നിരിക്കുകയാണ്. സർക്കാർ ജനസദസ്സുമായി മുഖ്യമന്ത്രിയും മന്ത്രിമാരും ജനങ്ങൾക്കിടയിലേക്ക് എത്തുന്ന നടപടികളെ നേരിടാൻ ഇത് മാത്രമാണ് പോംവഴി. അതുകൊണ്ട് തന്നെ നേരിട്ടുള്ള രാഷ്ട്രീയ പ്രചാരണത്തിലേക്ക് എല്ലാ കോൺഗ്രസ് നേതാക്കളെയും അണിനിരത്തിക്കൊണ്ട് കടക്കുന്ന നീക്കത്തിന്റെ ഭാഗമായാണ് പദയാത്രകൾ ഉൾപ്പെടെ നടത്തുവാനുള്ള തീരുമാനം. അതോടൊപ്പം തന്നെ KPCC അധ്യക്ഷൻ K സുധാകരൻ നയിക്കുന്ന രാഷ്ട്രീയ പ്രചാരണ ജാഥ
നടത്തുന്ന കാര്യത്തിലും ധാരണയിലെത്തിയിട്ടുണ്ട്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടായിരിക്കും KPCC അധ്യക്ഷന്റെ നേതൃത്വത്തിൽ ഈ പ്രചാരണ ജാഥ നയിക്കുക. അതുമായി ബന്ധപ്പെട്ട അതിന്റെ പേരടക്കമുള്ള കാര്യങ്ങൾ 5:30 KPCC അധ്യക്ഷൻ നടത്തുന്ന വാർത്താ സമ്മേളനത്തിൽ പ്രഖ്യാപിച്ചേക്കും. അതോടൊപ്പം തന്നെ സഹകരണ മേഖലയിലെ നിക്ഷേപകരെ സംരക്ഷിക്കുക, ഒപ്പം തന്നെ കുറ്റവാളികളെ തുറങ്കിലടക്കുക എന്ന മുദ്രാവാക്യവുമായി രാഷ്ട്രീയ പ്രചാരണത്തിന് തുടക്കം കുറിക്കാനും KPCCയുടെ വിശാല എക്സിക്യൂട്ടീവിൽ തീരുമാനമായിട്ടുണ്ട്. എന്തായാലും നേതാക്കൾ തമ്മിൽ പരസ്യ വിമർശനങ്ങൾ പൊതുവേദികളിൽ ഉന്നയിക്കുന്ന സാഹചര്യം ഇനി ഉണ്ടാകാൻ പാടില്ല എന്ന കർശന നിർദ്ദേശവും AICC പ്രതിനിധികളുടെ ഭാഗത്ത് നിന്നടക്കം KPCC വിശാല എക്സിക്യൂട്ടീവിൽ നേതാക്കൾക്ക് നൽകിയിട്ടുണ്ട് എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. അഭിലാഷ്, വിശദാംശങ്ങളാണ് ഡാൻ കുര്യൻ നൽകിയത്. അതേസമയം മന്ത്രിമാർ രാഷ്ട്രീയ പ്രതിരോധം തീർക്കണമെന്നാണ് CPIM നിർദ്ദേശം. സംസ്ഥാന കമ്മിറ്റി അംഗീകരിച്ച അവലോകന റിപ്പോർട്ടിലാണ് നിർദ്ദേശം. മന്ത്രിമാരുടെ ഓഫീസ് അവധി ദിനങ്ങളിലും പ്രവർത്തിക്കണം. മന്ത്രിമാർ പാർട്ടി നയം പാലിക്കണമെന്നും അവലോകന റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. സർക്കാരിനും മന്ത്രിമാർക്കുമെതിരെ എതിർപ്പ് ശക്തമാവുന്ന സാഹചര്യത്തിലാണ് CPM സംസ്ഥാന സമിതി മന്ത്രിമാർക്ക് കൃത്യമായ പെരുമാറ്റച്ചട്ടത്തിന് തുല്യമായ നിർദ്ദേശങ്ങൾ നൽകുന്നത്. അതായത് രാഷ്ട്രീയമായി സർക്കാരിനെതിരെ വലിയ കടന്നാക്രമണങ്ങൾ, പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ വലിയ കടന്നാക്രമണങ്ങൾ ഉണ്ടാകുന്നു. അങ്ങനെ വരുമ്പോൾ രാഷ്ട്രീയമായി ശക്തമായ എതിർപ്പുണ്ടാകുമ്പോൾ പ്രതിരോധവും അതുപോലെ ഉണ്ടാകണം. സർക്കാരിനും മുഖ്യമന്ത്രിക്കുമെതിരെ അവമതിപ്പ് ഉണ്ടാക്കുന്ന ഇടപെടലുകളാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഘട്ടത്തിൽ ഫലപ്രദമായി ഇടപെടണം. ശക്തമായി ആ വിമർശനങ്ങളെ, എതിർപ്പുകളെ പ്രതിരോധിക്കാൻ മന്ത്രിമാർ കഴിയണമെന്നാണ് CPM നൽകുന്ന നിർദ്ദേശ റിപ്പോർട്ടിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന് ഇതാണ്. പ്രസ്താവനകൾ, മന്ത്രിമാർ നടത്തുന്ന പ്രസ്താവനകൾ പലപ്പോഴും വിവാദമായി മാറാറുണ്ട്. അത് സർക്കാരിനെ, പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്നു. അത് ഉണ്ടാകരുത്. മന്ത്രിമാർ ഓരോ കാര്യത്തിൽ സംസാരിക്കുമ്പോഴും പ്രസ്താവന നടത്തുമ്പോഴും ശ്രദ്ധയോടെ വേണം കാര്യങ്ങൾ ചെയ്യേണ്ടത്. മന്ത്രിമാരുടെ ഓഫീസിൽ പൊതുവെ സ്റ്റാഫ് ഉണ്ടാകാറില്ല, ആരും ഉണ്ടാകാറില്ലെന്ന വിമർശനങ്ങൾ ശക്തമാണ്. അതുകൊണ്ട് മന്ത്രിമാരുടെ ഓഫീസുകൾ പൂർണ്ണ സമയം പ്രവർത്തിക്കണം. അവധി ദിനങ്ങളിലും മന്ത്രിമാരുടെ ഓഫീസുകൾക്ക് അവധി ഉണ്ടാകില്ല. അവധി ദിനങ്ങളിലും പ്രവർത്തിക്കുന്ന ഒന്നായി മന്ത്രിമാരുടെ ഓഫീസ് മാറണം. ഓഫീസ് സമയത്ത് സ്റ്റാഫുകൾ അവിടെ ഉണ്ടാകണം. നേരത്തെ തന്നെ ക്യാബിനറ്റ് നോട്ടും മറ്റും ചൊവ്വാഴ്ചകളിൽ വൈകി ലഭിക്കുമ്പോൾ മന്ത്രിമാരുടെ ഓഫീസുകളിൽ ആരും ഉണ്ടാകുന്നില്ല എന്ന വിമർശനം ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുണ്ടാകാറുണ്ട്. ഇതിന് വഴിവെക്കരുതെന്നാണ് CPM മന്ത്രിമാർക്കും ഓഫീസിൽ നൽകുന്ന നിർദ്ദേശം. പാർട്ടി നയം പൂർണ്ണമായും പാലിച്ചാകണം മന്ത്രിമാരുടെ ഇടപെടലും പ്രവർത്തനങ്ങളും. നയപരമായ കാര്യങ്ങൾ പാർട്ടിയുമായി ചർച്ച ചെയ്ത് മാത്രമേ തീരുമാനമെടുക്കാവൂ. നയവിരുദ്ധമായ കാര്യങ്ങൾ മന്ത്രിമാരിൽ നിന്ന് ഉണ്ടാകരുത്. പാർട്ടിയുടെ നയങ്ങൾ, സർക്കാരിന്റെ നയങ്ങൾ ഉദ്യോഗസ്ഥർ പിന്തുടരുന്നു അല്ലെങ്കിൽ നടപ്പാക്കുന്നു എന്ന് ശ്രദ്ധിക്കണം. അതിനുള്ള ഇടപെടൽ മന്ത്രിമാരുടെ ഭാഗത്തുണ്ടാകണമെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. ജില്ലകളുടെ ചുമതല വഹിക്കുന്ന മന്ത്രിമാർ അവിടെ കൃത്യമായി കാര്യങ്ങൾ നിർവഹിക്കുന്നു എന്ന് ഉറപ്പുവരുത്തണം. പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങളിൽ ഊന്നി വേണം സർക്കാരിന്റെ മുന്നോട്ട് പോക്ക്. പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ നിശ്ചിത സമയത്ത് ചെയ്തു തീർത്തു എന്ന കാര്യങ്ങൾ മന്ത്രിമാർ ഉറപ്പുവരുത്തണമെന്നും ഈ സംസ്ഥാന കമ്മിറ്റി അംഗീകരിച്ച റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. മാസപ്പടി വിവാദത്തിൽ മുഖ്യമന്ത്രിക്കും മകൾ വീണ വിജയനുമെതിരെ വിജിലൻസിന് പരാതി നൽകി മാത്യു കുഴനാടൻ. വിജിലൻസ് ഡയറക്ടറെ നേരിൽ കണ്ടാണ് പരാതി കൈമാറിയത്. അഴിമതി നിരോധന നിയമപ്രകാരം കേസെടുത്ത് അന്വേഷിക്കണമെന്നാണ് ആവശ്യം. ഈ വിഷയത്തിലെ പ്രഥമദൃഷ്ടിയ വളരെ കൺവിൻസിംഗ് ആയിട്ടുള്ള എവിഡൻസ്, ക്ലിഞ്ചിങ് ആയിട്ടുള്ള എവിഡൻസ് നിലവിലുള്ളതുകൊണ്ടുകൂടിയാണ് ഞാൻ ഈ വിഷയം പൊതുസമൂഹത്തിൽ അത്ര ആധികാരികമായി ഉയർത്തിയതും ചോദ്യങ്ങൾ ഉന്നയിച്ചതും. എന്നാൽ ഇന്നുവരെ ചോദിച്ച ചോദ്യങ്ങൾക്കോ അല്ലെങ്കിൽ എനിക്കോ അല്ലെങ്കിൽ പൊതുസമൂഹത്തിനോ സംശയം ദൂരീകരിക്കാൻ കഴിയുന്ന രീതിയിൽ ഒരു നിലയ്ക്കുള്ള മറുപടിയും മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നോ ബന്ധപ്പെട്ടവരുടെ ഭാഗത്തുനിന്നോ ഇല്ലാത്തതിന്റെ പശ്ചാത്തലത്തിൽ ഏറ്റവും ഒടുവിൽ PV എന്ന പരാമർശം ഞാനല്ല എന്നുവരെ പറഞ്ഞ് ഒളിച്ചോടുന്ന ഒരു നിലയിലെത്തിയപ്പോൾ ഇനി ഇതിന്റെ രണ്ടാം ഘട്ട പോരാട്ടം ആരംഭിക്കുകയാണ്. അത് നിയമ പോരാട്ടമാണ്. അതിന്റെ ഭാഗമായി ഈ വിഷയത്തിൽ ഔദ്യോഗികമായ പരാതിയും ബന്ധപ്പെട്ട രേഖകളും ഞാൻ വിജിലൻസ് ഡയറക്ടർക്ക് കൈമാറിയിട്ടുണ്ട്. മാസപ്പടി വിവാദത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും മാത്യു കുഴൽനാടൻ MLAയും തമ്മിൽ നിയമസഭയിൽ നടന്ന നേർക്കുനേർ ഏറ്റുമുട്ടലിന് പിന്നാലെയാണ് സംഭവത്തെക്കുറിച്ച് അഴിമതി നിരോധന നിയമപ്രകാരം വിശദമായ അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വിജിലൻസ് ഡയറക്ടർക്ക് മാത്യു കുഴൽനാടൻ MLA നേരിട്ട് പരാതി നൽകിയിരിക്കുന്നത്. അതിൽ പ്രധാനമായും എടുത്തു പറയുന്ന കാര്യം, താൻ പുകമറ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയല്ല ഇത്തരമൊരു ആക്ഷേപം ഉന്നയിച്ചത്. അതിന് പിന്നിൽ കൃത്യമായ ആരോപണങ്ങളുണ്ട്. അതുമായി ബന്ധപ്പെട്ട തെളിവുകൾ തന്റെ പക്കൽ ഉണ്ട് എന്നാണ്. പരാതി നൽകിയതിനു ശേഷം അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോഴും അക്കാര്യം തന്നെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. പരാതിയിൽ താൻ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് വിജിലൻസ് ഡയറക്ടർക്ക് പരാതി കൈമാറിയിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും വിജിലൻസ് ഡയറക്ടർക്ക് കൈമാറിയിട്ടുണ്ട് എന്നും മാത്യു കുഴൽനാടൻ വ്യക്തമാക്കിയിരിക്കുന്നു. ഒരു ഇടവേളയ്ക്ക് ശേഷം മാസപ്പടി വിവാദം ഈ പരാതിയുടെ പശ്ചാത്തലത്തിൽ വീണ്ടും സജീവമാകുകയാണ്. എന്ത് നടപടിയായിരിക്കും വിജിലൻസ് ഡയറക്ടർ കേസുമായി ബന്ധപ്പെട്ട് എടുക്കുക എന്നതാകും ഇനി ഏറ്റവും നിർണായകമാകുക.
ഇടുക്കി ജില്ലാ കളക്ടറെ മാറ്റുന്നതിൽ സർക്കാരിനോട് വിശദീകരണം തേടി ഹൈക്കോടതി. കയ്യേറ്റം ഒഴിപ്പിക്കുന്ന നടപടികൾ പുരോഗമിക്കുന്ന സാഹചര്യത്തിൽ കളക്ടറെ മാറ്റുന്നത് എന്തിനെന്ന് കോടതി ചോദിച്ചു. ഇടുക്കി കളക്ടറെ വടക്കേ ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് ജോലിക്ക് അയക്കുന്നത് പുനഃപരിശോധിച്ചുകൊണ്ടാണ് നടപടി. 2 ആഴ്ചയ്ക്കകം തീരുമാനമറിയിക്കാൻ കോടതി നിർദ്ദേശിച്ചു. ഇടുക്കി കയ്യേറ്റത്തിൽ MM മണിക്കുള്ള മറുപടിയിൽ വിശദീകരണവുമായി CPI നേതാവ് KK ശിവരാമൻ. MM മണിയെ പരിഹസിച്ചതല്ല തന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. CPM-ഉം CPI-യും പരസ്പരം പോരടിക്കുന്നില്ല. LDF-ന്റെ നയം കയ്യേറ്റം ഒഴിപ്പിക്കുക എന്നുള്ളതാണ്. കയ്യേറ്റം കാണിച്ചു കൊടുക്കാൻ മണിയാശാൻ ആവശ്യപ്പെട്ടു. കാണിച്ചു കൊടുക്കാമെന്ന് താൻ പറഞ്ഞു. ആ തർക്കം അവിടെ വെച്ച് തീർന്നുവെന്നും അദ്ദേഹം പ്രതികരിച്ചു. ഞാൻ ആരെയും പരിഹസിക്കുന്ന പ്രശ്നമില്ല. എന്നോട് ശിവരാമൻ കാണിച്ചു കൊടുക്കട്ടെ, അങ്ങനെ ഉണ്ടെങ്കിൽ എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ ഇതൊന്നും കാണാത്ത ഇതൊന്നും അറിയാത്ത ഒരു മഹാഭാവമാണ് മണിയാശാൻ. ഞാൻ തിരിച്ചും ചോദിച്ചു. അതവിടെ തീർന്നു. കയ്യേറ്റം തന്നെയാണ്. അത്തരം കാര്യങ്ങൾ ഗവൺമെൻറ് ഗൗരവമായി കാണുകയും ഇടപെടുകയും ചെയ്യണം എന്നാണ് ഞാൻ എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ സൂചിപ്പിച്ചത്. വയലിനിസ്റ്റ് ബാലഭാസ്കറിന്റെ മരണത്തിൽ പുനരന്വേഷണം നടത്താൻ ഹൈക്കോടതി ഉത്തരവ്. ഗൂഢാലോചന ഉണ്ടെങ്കിൽ കണ്ടെത്തണമെന്നും 3 മാസത്തിനുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കണമെന്നും കോടതി വ്യക്തമാക്കി. ബാലഭാസ്കറിന്റെ പിതാവ് KC ഉണ്ണി സമർപ്പിച്ച ഹർജിയിലാണ് ജസ്റ്റിസ് ബിച്ചു കുര്യൻ തോമസിന്റെ ഉത്തരവ്. മരണത്തിൽ ഗൂഢാലോചന ഉണ്ടെന്ന വാദമായിരുന്നു ഹർജിയിൽ KC ഉണ്ണി ഉന്നയിച്ചിരുന്നത്. കേസിൽ തുടരന്വേഷണം ആവശ്യമില്ലെന്ന നിലപാടിലായിരുന്നു CBI. ഡ്രൈവറുടെ അശ്രദ്ധ കൊണ്ട് ഉണ്ടായ വാഹന അപകടമാണ് ഉണ്ടായതെന്നും മറ്റ് ആരോപണങ്ങൾ വസ്തുതാവിരുദ്ധമാണെന്നും CBI നേരത്തെ കോടതിയെ അറിയിച്ചിരുന്നു. ഹർജി തീർപ്പാക്കുന്നതുവരെ കേസിന്റെ വിചാരണ ഹൈക്കോടതി തടഞ്ഞിരുന്നു. ബാലഭാസ്കറിന്റെ മരണത്തിൽ സ്വർണ്ണക്കടത്തുകാർക്ക് പങ്കുണ്ടോ എന്ന സംശയം ആവർത്തിച്ച് അച്ഛൻ KC ഉണ്ണി. ആദ്യ അന്വേഷണം ശരിയല്ലെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടു. സാമ്പത്തികമായ കാര്യങ്ങളാണ് സംശയമായി നിലനിൽക്കുന്നത്. ആസൂത്രിതമായി കൊലപ്പെടുത്തിയതാണ് എന്നാണ് സംശയം. സോബിയുടെ മൊഴിയിലെ വിവരങ്ങളെക്കുറിച്ച് അന്വേഷിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ബാലഭാസ്കറിന്റെ മരണത്തിൽ ഇപ്പോൾ കോടതിയുടെ ഭാഗത്തു നിന്നൊരു പുനരന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ബാലഭാസ്കറിന്റെ അച്ഛൻ ന്യൂസ് 18നോട് പ്രതികരിക്കുകയാണ്. എന്താണ് ആദ്യ പ്രതികരണം? ഇപ്പോൾ പുനരന്വേഷണം പ്രഖ്യാപിക്കുന്നു. ആദ്യത്തെ അന്വേഷണം ശരിയായിട്ട് നടന്നില്ല എന്ന് നമുക്ക് തോന്നി. അപ്പോൾ ഹൈക്കോടതിയിൽ അപേക്ഷ കൊടുത്തു. അത് നമ്മൾ പറഞ്ഞതിൽ കാര്യമുണ്ടെന്ന് ഹൈക്കോടതിക്ക് തോന്നിയതുകൊണ്ട് രണ്ടാമതൊന്ന് അന്വേഷിക്കാൻ പറയണം. ഈ ഒരു പുനരന്വേഷണം വരുമ്പോൾ എന്താണ് പ്രധാനമായും ആവശ്യം മുന്നോട്ട്? ഫൈനാൻഷ്യൽ ആസ്പെക്ട്സ് തന്നെ മെയിൻ. സാമ്പത്തിക ഇതാണ്. പിന്നെ ഇതിന് കോൺസ്പിറസി ഉണ്ട്. അത് കോടതിക്കും തോന്നി കാണുമല്ലോ. അതുകൊണ്ടാണല്ലോ ഒരു പുനരന്വേഷണത്തിന് ഓർഡർ ഇട്ടത്. അത് വരട്ടെ. 3 മാസം കൊണ്ട് അന്വേഷണം പൂർത്തിയാക്കണം എന്നുള്ളതാണ് ഇപ്പോൾ. നടക്കും തോന്നുന്നില്ല. 3 മാസം കൊണ്ട് പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ അന്വേഷിക്കാനുണ്ട്. അതുകൊണ്ട് 3 മാസം കൊണ്ട് പറ്റുമെന്നോ അറിഞ്ഞൂടാ. പറ്റൂല എന്നാണ് തോന്നണേ. അപ്പോൾ ഈ അന്വേഷണ സംഘത്തിൽ അല്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ ഫിനാൻഷ്യൽ ആസ്പെക്റ്റുകൾ പുറത്തേക്ക് വരണം എന്നുള്ളതാണ്. നേരത്തെ ഈ സോബിയുടെ മൊഴിയെക്കുറിച്ചൊക്കെ പരാമർശിച്ചിരുന്നു. സോബി പാവം നല്ല മനുഷ്യനാണ്. അയാളെക്കുറിച്ച് വളരെ മോശമായിട്ടൊക്കെ ഇവർ എന്തൊക്കെ പറഞ്ഞുണ്ടാക്കിയതാണ്. ആ കുഴപ്പമൊന്നുമില്ലാത്ത മനുഷ്യനാണ് അയാൾ. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും എല്ലാ കാര്യത്തിലും പെർഫെക്റ്റ് ഒന്നും അല്ലല്ലോ. ഏതോ ഒരു ചെക്ക് കേസ് കൊടുത്ത് മടങ്ങിയെന്നോ അങ്ങനെ അത്രയൊക്കെ തന്നെ ഉള്ളൂ. അതിപ്പോൾ മഹാകാര്യമൊന്നുമല്ല, വലിയ ഒഫൻസൊന്നുമല്ല അത്. ഏതായാലും കൊടുക്കാനുള്ള കാശ് എപ്പോഴായാലും കൊടുക്കണം. അത് ചെക്ക് കൊടുത്തിട്ട് ഒരു പ്രാവശ്യം മടങ്ങിയെന്നും പറഞ്ഞാൽ മറ്റേ ഒരു കേസ് ഉണ്ടെന്നാണ് തോന്നണേ. ഈ ഒരു പുനരന്വേഷണം വരുമ്പോൾ ഈ സോബിയുടെ മൊഴി മുഖവിലയ്ക്ക് എടുത്തുകൊണ്ടുള്ള ഒരു അന്വേഷണം അതാണോ പ്രതീക്ഷിക്കുന്നത്? അതായിരിക്കും. പിന്നെ അത് വിധിയിലുണ്ടെന്നാണ് പറയണത്. അപ്പോൾ ഈ ഹൈക്കോടതിയുടെ പുതിയ തീരുമാനത്തിൽ പൂർണ്ണ വിശ്വാസമുണ്ട്. വിശ്വാസം ഇപ്പോൾ കോടതിയല്ലേ, ഹൈക്കോടതിയല്ലേ, നമ്മൾ വിശ്വസിച്ചല്ലേ പറ്റും. അവിടെ നമ്മൾ വെറുതെ ഇനി ഇത് ശരിയല്ല എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. ഏതായാലും അവരെ അന്വേഷിക്കട്ടെ കോടതിയുടെ ഇതനുസരിച്ച്. ബാലഭാസ്കറിന്റെ മരണവുമായി ബന്ധപ്പെട്ട് പുനരന്വേഷണം നടക്കട്ടെ എന്നുള്ളത് തന്നെയാണ് ബാലഭാസ്കറിന്റെ അച്ഛന്റെയും നിലപാട്. അരുൺ പാലോടിനൊപ്പം ഐശ്വര്യ അനിൽ, ന്യൂസ് 18 തിരുവനന്തപുരം. കരുവന്നൂർ ബാങ്കിൽ ഉണ്ടായത് ഗുരുതരമായ പ്രശ്നങ്ങൾ എന്ന സഹകരണ മന്ത്രി VN വാസവൻ. കുറ്റങ്ങളിൽ കൃത്യമായ നടപടികൾ സർക്കാർ സ്വീകരിച്ചു. 73 കോടി രൂപ തിരികെ നൽകി. തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ ആണ് EDയുടെ കടന്നുകയറ്റമെന്നും VN വാസവൻ പറഞ്ഞു. കേന്ദ്രം നിയമം പാസാക്കിയതിനു ശേഷം
ഇപ്പോ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് അടുത്ത ഒരു ഘട്ടത്തോടുകൂടി സഹകരണ മേഖലയിലേക്ക് ഒരു കടന്നുകയറ്റവുമായി ED വരാൻ ഇടയായി. ED വന്നതിൽ നമുക്കുള്ള സംശയങ്ങൾ എന്താ? ഇത് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് നമ്മൾ ചൂണ്ടിക്കാണിച്ചു. കാരണം നമ്മൾ ചൂണ്ടിക്കാണിക്കാൻ കാരണം കൃത്യമായി പരിശോധിച്ച കരിവെള്ളൂർ ബാങ്കുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിലാണ് ED വരുന്നത്. കരിവെള്ളൂർ ബാങ്കിലുണ്ടായ പ്രശ്നം 1-2 വർഷം കൊണ്ടുണ്ടായില്ല. 2011 മുതൽ ആ ബാങ്കിൽ ക്രമക്കേടുകളുണ്ടായി, ഗുരുതരമായ ക്രമക്കേടുകൾ തന്നെയാണ്. അതൊരു സംശയമില്ല. 2019 അന്വേഷിക്കാൻ സഹകരണ വകുപ്പ് തയ്യാറായി. അതിന്റെ റിപ്പോർട്ട് വരുമ്പോൾ കുറ്റകരമായ അനാസ്ഥ ബാങ്കിന്റെ ഭരണസമിതിയും ജീവനക്കാരും കാട്ടിയെന്ന് മനസ്സിലാക്കി സംസ്ഥാന ഗവൺമെന്റ് ശക്തമായ നടപടികൾ സ്വീകരിച്ചു. കരുവന്നൂരിലെ ED കേസിൽ കേരള ബാങ്ക് വൈസ് പ്രസിഡന്റ് MK കണ്ണൻ കുടുംബത്തിന്റെ സ്വത്തുവിവരങ്ങൾ ഹാജരാക്കിയില്ലെന്ന് ED. ആവശ്യമായ രേഖകൾ ഹാജരാക്കിയിട്ടില്ല. കൃത്യമായ രേഖകൾ ഹാജരാക്കണമെന്ന് വീണ്ടും നിർദ്ദേശം നൽകി. അതേസമയം കേസിൽ തൃശൂരിലെ ST ജ്വല്ലറി ഉടമ സുനിൽകുമാർ ഇന്നും ഹാജരായില്ല. ആശുപത്രിയിൽ ചികിത്സയിലാണ് എന്ന് ED അറിയിച്ചു. നോട്ടീസ് നൽകിയ ശേഷമാണ് ആശുപത്രിയിൽ ചികിത്സ തേടിയത് എന്നാണ് ED പറയുന്നത്. സഹകരണ മേഖലയിലെ പ്രതിസന്ധിയിൽ പ്രതികരിച്ച മന്ത്രി K രാധാകൃഷ്ണൻ മേഖലയിൽ ചുമതലപ്പെടുത്തുന്ന സഖാക്കൾക്ക് കൃത്യമായി നിർദ്ദേശങ്ങൾ കൊടുക്കുന്നതിൽ പാർട്ടിക്കൊരിക്കലും പിഴച്ചിട്ടില്ല. എന്നാൽ പ്രവർത്തിച്ച ആളുകളുടെ ഭാഗത്ത് വീഴ്ചയുണ്ടായി. ന്യൂസ് 18 Q18 ആയിരുന്നു മന്ത്രിയുടെ പ്രതികരണം. കമ്മ്യൂണിസ്റ്റുകാർ വീഴ്ചകൾ സംഭവിക്കാത്തവരാണ് എന്ന് ആരും ഒരിക്കലും പറഞ്ഞിട്ടില്ലെന്നും തെറ്റ് സംഭവിച്ചാൽ അത് കണ്ടെത്തി തിരുത്തുന്നവരാണ് കമ്മ്യൂണിസ്റ്റുകാർ എന്നും മന്ത്രി പറഞ്ഞു. അതിൻ്റെതായിട്ടുള്ള ഉത്തരവാദിത്വത്തോടുകൂടി അത് കൈകാര്യം ചെയ്തു പോകണം. കോട്ടയം മാഞ്ഞൂരിൽ കുടുംബശ്രീ അയൽക്കൂട്ടം അംഗങ്ങളുടെ പേരിൽ കോടികളുടെ വായ്പാ തട്ടിപ്പ്. വായ്പാ കുടിശ്ശിക തിരിച്ചടയ്ക്കണമെന്ന് ആവശ്യപ്പെട്ട് ബാങ്കുകളിൽ നിന്ന് സമൻസ് വന്നതോടുകൂടിയാണ് പലരും വിവരം അറിഞ്ഞത്. മാഞ്ഞൂർ ഗ്രാമപഞ്ചായത്ത് മുൻ അംഗവും കടുത്തുരുത്തി വനിതാ സഹകരണ സംഘം ഭരണസമിതി അംഗവുമായ സൂസൻ ഗർവാസത്തിനെതിരെ 20ഓളം വനിതകൾ EDക്ക് പരാതി നൽകി. ഇടവേള. വിവേചനമുണ്ടായത് ഒരു സാധാരണക്കാരനായ ഒരാൾക്കല്ല, ദേവസ്വം മന്ത്രിക്ക് നേരെയാണ്. അന്ധവിശ്വാസം കൊണ്ടോ അനാചാരം കൊണ്ടോ വിശ്വാസം കൊണ്ടോ ഇവിടെ ആരെങ്കിലും വിശപ്പ് മാറിയിട്ടുണ്ടോ? കരുവന്നൂരിൽ പക്ഷെ പാർട്ടിക്ക് ഒരു ജാഗ്രത കുറവുണ്ടായി. ഇത് പാർട്ടി അല്ലല്ലോ ഇത് നടത്തുന്നത്. അതിൽ പ്രവർത്തിച്ച ആളുകളുടെ ഭാഗത്ത് വീഴ്ചയുണ്ടായി. അവർക്ക് ഈ ആഡംബര ജീവിതത്തിൽ ഒരു താല്പര്യം കൂടുക, അതുകൊണ്ട് ഇങ്ങനെ ഒരു കാര്യത്തിലേക്ക് വഴി തെറ്റിപ്പോവുക, അതൊക്കെ ആയിരിക്കും സംഭവിച്ചിട്ടുണ്ടാകും. കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറഞ്ഞാൽ വേറെ എവിടെ നിന്നും വന്നതല്ലല്ലോ. തെറ്റ് സംഭവിക്കാത്തവരല്ല കമ്മ്യൂണിസ്റ്റ്. തിയേറ്ററുകളിൽ കയ്യടി നേടി ചാവേർ. കണ്ണൂർ സ്ക്വാഡിനെ പൂട്ടുമോ ചാവേർ? നാളെ പകരക്കാരെ സ്റ്റേഷനിൽ ഹാജരാക്കിയില്ലെങ്കിൽ നിങ്ങൾ വിവരം വിശദമായി കാണാം ഈ ടൈമിൽ ഇന്ന് വൈകിട്ട് 6 മണിക്ക്. സാഹിത്യത്തിനുള്ള നൊബേൽ പുരസ്കാരം നോർവീജിയൻ നാടകകൃത്ത് യോൺ ഫൊസേക്ക്. പറഞ്ഞ് അറിയിക്കാനാകാത്ത വേദനയും വികാരങ്ങളും കാവ്യങ്ങളിലൂടെ അവതരിപ്പിച്ചതിനാണ് പുരസ്കാരമെന്ന് സ്വീഡിഷ് അക്കാദമി പറഞ്ഞു. നൊബേൽ പുരസ്കാര നേട്ടം അപ്രതീക്ഷിതമെന്നും അതിഥിയായ സന്തോഷമെന്നും യോൺ ഫോസെ പ്രതികരിച്ചു. പുരസ്കാരം സാഹിത്യ ലോകത്തിന് ഉള്ളതാണ് എന്നും ഫോസെ പറഞ്ഞു. തിരുവനന്തപുരം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിൽ പ്രിൻസിപ്പളും SFI പ്രവർത്തകരും തമ്മിൽ വാക്പോര്. നഴ്സിംഗ് കോളേജ് വനിതാ ഹോസ്റ്റലിൽ ക്യാമറയും സെക്യൂരിറ്റിയും വേണമെന്നാവശ്യപ്പെട്ട് എത്തിയ SFI നേതാക്കളെ പ്രിൻസിപ്പൽ അധിക്ഷേപിച്ചു എന്നാണ് പരാതി. ആരോഗ്യമന്ത്രിക്ക് പരാതി നൽകുമെന്ന് SFI അറിയിച്ചു. കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു സംഭവം നടക്കുന്നത്. തിരുവനന്തപുരം
ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ വിദ്യാർത്ഥിനികൾ താമസിക്കുന്ന ഹോസ്റ്റലിൽ പലപ്പോഴായി സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം ഉണ്ടായിരുന്നു. അത് കൂടി വന്ന സാഹചര്യത്തിൽ വിദ്യാർത്ഥിനികൾ ഈ ഹോസ്റ്റലിൽ ഒരു CCTV സ്ഥാപിക്കണമെന്നും സെക്യൂരിറ്റി ജീവനക്കാരനെ നിയമിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു പ്രിൻസിപ്പലിനെ കാണുന്നത്. ആദ്യഘട്ടത്തിൽ പ്രിൻസിപ്പൽ ഇതുമായി ബന്ധപ്പെട്ട പ്രതികരിക്കാനോ അല്ലെങ്കിൽ അവർക്ക് കാണാനുള്ള അവസരം നൽകിയില്ല. അതിനുശേഷം SFI ജില്ലാ നേതാക്കൾ പുറത്തുനിന്നെത്തി. ജില്ലാ നേതാക്കൾ പുറത്തുനിന്നെത്തിയപ്പോഴായിരുന്നു ഇത്തരത്തിൽ അധിക്ഷേപിക്കുന്ന രീതിയിൽ നഴ്സിംഗ് കോളേജ് പ്രിൻസിപ്പൽ പെരുമാറിയത്. അധിക്ഷേപ വാക്കുകളും SFI നേതാക്കൾക്കെതിരെ ഉന്നയിച്ചു. ഒടുവിൽ ഇവർ തമ്മിൽ വാക്കുതർക്കമുണ്ടാവുകയും ചെയ്തു. പുറത്തേക്ക് വിദ്യാർത്ഥി നിങ്ങൾ പഠിപ്പിക്കുന്ന വിദ്യാർത്ഥികളാണ്. നിങ്ങളെ കാണാൻ പുറത്തേക്കുന്നത് നിങ്ങൾ എന്ത് വിചാരിച്ചു? മറ്റേ ഇറക്കി വിട്ടാൽ ഞങ്ങളെന്ന് പോകുന്ന ഞങ്ങളെന്ന് പോയി അങ്ങ് പോകുന്ന ഒരു കാര്യമില്ല, ഒരു ബോധമില്ല, ഒരു ബോധമില്ല. നിനക്കൊന്നും അവകാശമില്ല. ബഹളം ഉണ്ടാക്കിയിട്ട് ഒരു കാര്യമില്ല. വിചാരിക്കണ്ട ഈ സെക്യൂരിറ്റി എന്റെ ക്യാമ്പസ് ക്യാമറ നീ ആരടാ? എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ SFI പ്രിൻസിപ്പലിന്റെ നടപടിക്കെതിരെ ആരോഗ്യമന്ത്രിക്ക് പരാതി കൊടുക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. വിഷയത്തിൽ പ്രതികരിക്കാനില്ല എന്ന് പ്രിൻസിപ്പളും അറിയിച്ചിട്ടുണ്ട്. എന്തായാലും വിദ്യാർത്ഥികളുടെ ന്യായമായ ആവശ്യമായിരുന്നു ഹോസ്റ്റലിൽ CCTV സ്ഥാപിക്കുക എന്നുള്ളത്. എന്തായാലും ആ ആവശ്യം ചർച്ച ചെയ്ത് പരിഹരിക്കുന്നതിന് പകരം വിദ്യാർത്ഥികളോട് മോശമായി പെരുമാറി എന്നുള്ളൊരു വസ്തുത നിലനിൽക്കുന്നു. അതേസമയം പ്രിൻസിപ്പലിന്റെ വാദം ഈ വിദ്യാർത്ഥികൾ പുറത്തുനിന്നെത്തിയ വിദ്യാർത്ഥികൾ അതിക്രമം കാണിച്ചു എന്നുള്ളതാണ്. എന്തായാലും അതിൽ പരാതിയൊന്നും ഇതുവരെ പ്രിൻസിപ്പൽ നൽകിയിട്ടില്ല. പക്ഷേ മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ തയ്യാറല്ല എന്നുള്ള നിലപാടാണ് പ്രിൻസിപ്പൽ എടുത്തിരിക്കുന്നത്. ഉമേഷ് ബാലകൃഷ്ണൻ, ന്യൂസ് 18, തിരുവനന്തപുരം. ചലച്ചിത്ര നടൻ ഷിയാസ് കരീമിന് ഇടക്കാല ജാമ്യം. ഹൈക്കോടതി സിംഗിൾ ബെഞ്ചാണ് ഇടക്കാല ജാമ്യം നൽകിയത്. മുൻകൂർ ജാമ്യാപേക്ഷയിൽ പരാതിക്കാരിയെ കക്ഷി ചേർത്തു. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നാണ് കേസ്. കാസർഗോഡ് ചന്തേര പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് ഇടക്കാല ജാമ്യം. ജസ്റ്റിസ് P. ഗോപിനാഥാണ് ഇടക്കാല ജാമ്യം അനുവദിച്ചത്. കാട്ടാക്കട ആടുവള്ളി നാൽപ്പറക്കുഴി റോഡ് സൈഡിൽ പെരുമ്പാമ്പിനെ കണ്ടെത്തി. ഇതുവഴി പോയ വഴി യാത്രക്കാരനാണ് പെരുമ്പാമ്പിനെ കണ്ടത്. ജനവാസ മേഖലയിലാണ് പെരുമ്പാമ്പിനെ കണ്ടത്. ഇത് നിത്യസംഭവമാണ് എന്നാണ് നാട്ടുകാർ പറയുന്നത്. നെയ്യാർ ഡാം പോലീസും പരുത്തിപ്പള്ളി ഫോറസ്റ്റിലെ ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി പാമ്പിനെ പിടികൂടി. ക്രിക്കറ്റ് ആവേശത്തിൽ ലോകം. ICC പുരുഷ ക്രിക്കറ്റ് ലോകകപ്പിന്റെ ഉദ്ഘാടന മത്സരത്തിൽ ഇംഗ്ലണ്ടിനെ വരിഞ്ഞു കെട്ടി ന്യൂസിലാൻഡ്. അർദ്ധ സെഞ്ചുറി നേടിയ ജോ റൂട്ട് 77 റൺസ് എടുത്ത് പുറത്തായി. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ 7 വിക്കറ്റ് നഷ്ടത്തിൽ ഇംഗ്ലണ്ട് 230 റൺസ് പിന്നിടുകയും ചെയ്തു. ഏറ്റവും പുതിയ വിവരങ്ങളുമായി സ്പോർട്സ് ഡെസ്കിൽ നിന്ന് മിഥുനാണ് ചേരുന്നത്. മിഥുൻ, ഇപ്പോഴത്തെ സ്കോർ നില എപ്രകാരമാണ്? അഭിലാഷ്, നിലവിൽ 258 റൺസിന് 9 വിക്കറ്റ് എന്ന നിലയിലാണ് ഇംഗ്ലണ്ടുള്ളത്. ഒരു ഘട്ടത്തിൽ 300 മുകളിലേക്ക് സ്കോർ പോകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നുവെങ്കിൽ പോലും തന്നെ കൃത്യമായ ഇടവേളകളിൽ കിവീസ് ബൗളർമാർ ഇംഗ്ലണ്ട് ബാറ്റ്സ്മാൻമാരെ വരിഞ്ഞു മുറുക്കുന്നതാണ് നമ്മൾ പിന്നീട് കണ്ടത്. 77 റൺസ് എടുത്ത ജോ റൂട്ട് മാത്രമാണ് അർദ്ധ സെഞ്ചുറി നേടിയത്. മറ്റാർക്കും തന്നെ മികച്ചൊരു പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കുകയും ചെയ്തില്ല. ക്യാപ്റ്റൻ ജോസ് ബട്ട്ലറും ഒപ്പം തന്നെ ഓപ്പണർ ജോണി ബെയർസ്റ്റോയും മാത്രമാണ് അല്പമെങ്കിലും പിടിച്ചെടുക്കുകയും ചെയ്തത്. ഒപ്പം തന്നെ ബെൻ സ്റ്റോക്സിന്റെ അഭാവത്തിൽ ടീമിലിടം നേടിയ
എത്തിയ ഹാരി ബ്രൂക്ക് തകർത്തടിച്ചുവെങ്കിൽ പോലും തന്നെ 16 പന്തിൽ 25 റൺസ് എടുത്ത് പുറത്താവുകയും ചെയ്തു. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ അവരുടെ ബൗളർമാർ കൂടിയായിട്ടുള്ള ആദിൽ റാഷിദും ഒപ്പം തന്നെ മാർക്ക് വുഡുമാണ് ഇപ്പോൾ ക്രീസിലുള്ളത്. എന്തായാലും വലിയൊരു സ്കോറിലേക്ക് നീങ്ങുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന മത്സരം ഇപ്പോൾ 260 റൺസിലേക്ക് ഒതുങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. എന്തായാലും താരതമ്യേന ലോകകപ്പ് മത്സരങ്ങളിൽ ഉദ്ഘാടന മത്സരങ്ങളൊക്കെ തന്നെ വലിയ ഒരു സ്കോർ പടുത്തുയർത്താറാണ് പതിവായിട്ടുള്ളത്. പക്ഷേ അത് ഇത്തവണ കഴിഞ്ഞ 2019 ലോകകപ്പിലെ ഫൈനലിൽ മത്സരിച്ച ഇരു ടീമുകൾ തമ്മിലുള്ള പോരാട്ടമായതിനാൽ തന്നെ വലിയ വാശിയേറിയ മത്സരമുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചത് തന്നെയായിരുന്നു. പക്ഷേ എന്തായാലും കിവീസ് ബൗളർമാർ കൃത്യമായ ഇടവേളകളിൽ ഇംഗ്ലീഷ് ബൗളർമാരെ വലിഞ്ഞു കെട്ടിയതോടുകൂടി എന്തായാലും ചെറിയ സ്കോറിലേക്ക് ഇംഗ്ലീഷ് ബാറ്റ്സ്മാൻമാർ ഒതുങ്ങുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. കോഴിക്കോട് കല്ലുത്താൻ കടവിലെ ഫ്ളാറ്റുകളുടെ ചോർച്ചയ്ക്ക് വിചിത്ര കാരണങ്ങളുമായി മേയർ ബീന ഫിലിപ്പ്. മേൽക്കൂരയിലെ പ്ലാസ്റ്ററിംഗ് അടർന്നു വീഴുന്നത് ജിപ്സത്തിൽ നിർമ്മിച്ചതുകൊണ്ടാണ് എന്ന് മേയർ ന്യൂസ് 18 പറഞ്ഞു. കല്ലുത്താൻ കടവ് ഫ്ളാറ്റിലെ ദുരിതാവസ്ഥയെക്കുറിച്ചുള്ള ന്യൂസ് 18 വാർത്തയെ തുടർന്നാണ് മേയർ ബീന ഫിലിപ്പ് ഫ്ളാറ്റിലെ താമസക്കാരുമായി അടിയന്തര ചർച്ചകൾ നടത്തിയത്. ഫ്ളാറ്റിലുള്ളവർ 7ാം നിലയിൽ തുണിയലക്കുന്നതാണ് ചോർച്ചയ്ക്ക് കാരണമെന്ന് മേയർ പറയുന്നു. മോളിൽ പോയിട്ട് ഈ പറഞ്ഞതുപോലെ അവരുടെ മോളിലെ ഇതെടുക്കുകയാണെങ്കിൽ അലക്ക് അവർ നിർത്തുകയാണെങ്കിൽ നല്ല ഒരു റൂഫ് ചെയ്തുകൊണ്ട് വീണ്ടും നമുക്ക് എന്ത് തന്നെ ചെയ്യാൻ പറ്റും? പ്ലാസ്റ്റർ ഓഫ് പാരീസ് തന്നെ ചെയ്യാൻ പറ്റും. ചൂട് കുറയും അവർക്ക്. കാരണം പ്ലാസ്റ്റർ ഓഫ് പാരീസ് എളുപ്പമാണ്. മറ്റേ ഇനിയും വീണ്ടും അവിടെ സിമെന്റ് അടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? പതുക്കെ തട്ടി അല്ലേ, കുത്തുളി കൊണ്ട് കുത്തി ഓട്ട ഉണ്ടാക്കിയിട്ടേ നമുക്കതിൻ്റെ സിമെന്റ് തേപ്പ് അവിടെ ചെയ്യാൻ പറ്റൂ. പിന്നെ എന്നെക്കാളേറെ വിദഗ്ധരായിട്ടുള്ള എഞ്ചിനീയേഴ്സും കോൺട്രാക്ടേഴ്സും ഒക്കെ ഉണ്ടല്ലോ, അവരഭിപ്രായം പറയട്ടെ. ഫ്ളാറ്റുകളുടെ തൂണുകൾ ഉറപ്പുള്ളതാണ്. ബലക്ഷയമെന്ന ആശങ്ക വേണ്ട. മേൽക്കൂര അടർന്നു വീഴുന്നത് മുറിക്കുള്ളിലെ തണുപ്പിനായി ജിപ്സം പാളികൾ ഉറപ്പിച്ചതിനാലാണ്. താമസക്കാരുടെ ആശങ്കകൾ ദൂരീകരിക്കുന്നതിനായി ഫ്ളാറ്റ് സന്ദർശിക്കുമെന്നും മേയർ പറഞ്ഞു. ഫ്ളാറ്റിലെ ചോർച്ചയെ മേയർ ലഘൂകരിക്കുകയാണെന്നാണ് താമസക്കാരുടെ പരാതി. വാർഡ് കൗൺസിലർ അടക്കമുള്ളവർക്ക് പലവട്ടം പരാതി നൽകിയിട്ടും തിരിഞ്ഞു നോക്കിയില്ല. ഫ്ളാറ്റിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടായില്ലെങ്കിൽ പ്രക്ഷോഭത്തിലേക്ക് തിരിയുമെന്നും താമസക്കാർ വ്യക്തമാക്കുന്നു. ന്യൂസ് 18 കോഴിക്കോട്. കോഴിക്കോട് നഗരത്തിലെ കണ്ണായ സ്ഥലം സ്വകാര്യ കമ്പനിക്ക് കൈമാറിയതിന്റെ പ്രതിഫലമായിരുന്നു കല്ലുത്താൻ കടവിലെ ഫ്ളാറ്റ് നിർമ്മാണം. 2 കിടപ്പ് മുറികൾ അടക്കമുള്ള വാഗ്ദാനങ്ങൾ നൽകി കോളനിവാസികളെ ഒഴിപ്പിച്ചെടുത്തു. അറ്റകുറ്റപ്പണിക്കായി എല്ലാ മാസവും പണം പിരിക്കുന്നുണ്ട് എങ്കിലും പൈപ്പ് പൊട്ടിയാൽ പോലും മാറ്റിയിടാറില്ല എന്ന് കല്ലുത്താൻകടവുകാർ പറയുന്നു. സർക്കാർ സ്വകാര്യ സഹകരണത്തോടെയുള്ള ചേരിനിവാസികളുടെ പുനരധിവാസം രാജ്യത്തിന് തന്നെ പുതുമയുള്ളതായിരുന്നു. കല്ലുത്താൻകടവ് ഫ്ളാറ്റിന്റെ പേരിൽ കോഴിക്കോട് കോർപ്പറേഷന് അന്താരാഷ്ട്ര പുരസ്കാരം വരെ ലഭിച്ചു. ഖജനാവിന് 1 രൂപ പോലും ചെലവില്ലാതെ കല്ലുത്താൻകടവ് ഏരിയ ഡെവലപ്മെന്റ് കമ്പനി എന്ന സ്വകാര്യ സംരംഭമാണ് 7 നിലകളിലുള്ള ഫ്ളാറ്റ് നിർമ്മിച്ച് കോർപ്പറേഷന് കൈമാറിയത്. കോടികൾ വിലമതിക്കുന്ന നഗരത്തിലെ ഏറ്റവും കണ്ണായ ഭൂമി വൻകിട വ്യാപാര സമുച്ചയ നിർമ്മാണത്തിനായി കോർപ്പറേഷൻ കമ്പനിക്ക് നൽകി. 2 കിടപ്പുമുറികൾ, ഹാൾ, അടുക്കള അടക്കമുള്ള ഫ്ളാറ്റായിരുന്നു കോളനിക്കാർക്ക് കോർപ്പറേഷൻ നൽകിയ ഉറപ്പ്. എന്നാൽ നിർമ്മാണം കഴിഞ്ഞപ്പോൾ 2 കിടപ്പുമുറികൾ ഒന്നായി ചുരുങ്ങി. നിന്ന് തിരിയാനിടമില്ലാത്ത ഹാളും അടുക്കളയും. 2-3 കുടുംബം ഇവിടെ ഉണ്ട്. 8 ആള് 9 ആള് കിടക്കാൻ സ്ഥലമില്ല ഇവിടെ. 2 കുട്ടികൾ, 2 ആള് ഭാര്യയും ഭർത്താവ്, കുട്ടികളോട് 6 റൂമിൽ. ഒരാൾ കല്യാണം കഴിക്കാത്ത ആള്, അയാളും കൊണ്ട് 3 ആളും കൂടി ഇവിടെ കിടക്കാം. ഹാളിൽ തന്നെ 4-5 പേരുണ്ടല്ലേ? ഇവിടെ 7 ആളുണ്ട്. 7 പേരുണ്ട്. മകനും ഭാര്യയും കുട്ടികളുണ്ട്. ഒരാൾക്ക് ഇനിയും കല്യാണം ആയിട്ടില്ല. അയാൾ കൂടി കല്യാണം കഴിച്ചാൽ പിന്നെ എവിടെ കിടക്കാനാണ്? ഫ്ളാറ്റിലെ വിസ്തൃതി കുറഞ്ഞതിൽ എന്താണ് സംഭവിച്ചതെന്ന് ആർക്കും അറിയില്ല. അങ്ങനെ നമുക്ക് ആകെ കൂടെ കോഴിക്കോട് കോർപ്പറേഷനിൽ ചേരി പ്രദേശം എന്ന് പറയാൻ അതേ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ കൗൺസിൽ അതിനു മുമ്പേ ആലോചന തുടങ്ങിയിരുന്നു. അങ്ങനെ അവരുടെ കൂടെ താല്പര്യത്തിൽ നമ്മൾ ആ ചേരി പ്രദേശത്തുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു 2 മുറി വീട് എന്നായിരുന്നു അന്നത്തെ കോർപ്പറേഷൻ മേയർ, അദ്ദേഹം ഇന്നില്ല, അദ്ദേഹത്തിൻ്റെ മനസ്സിലെ ആഗ്രഹം. അങ്ങനെയൊക്കെ നമ്മൾ തുടങ്ങിയെങ്കിലും എങ്ങനെയാണ് ഇത് ഒറ്റമുറി വീടായി പോയത് എന്നതിനെക്കുറിച്ച് ഞങ്ങൾക്കും അറിയില്ല. അപ്പോൾ അത് അവർ ഒരു ആക്ഷേപമായിട്ട് പറയാറുണ്ട്. കറണ്ട് ചാർജ്, അറ്റകുറ്റപ്പണി, ലിഫ്റ്റ് ചാർജ് എന്നിങ്ങനെ എല്ലാ മാസവും താമസക്കാർ നിശ്ചിത പണം നൽകണം. എന്നാൽ പൊട്ടിയൊലിക്കുന്ന പൈപ്പുകൾ മാറ്റാൻ പോലും അധികൃതർ തയ്യാറാകാറില്ല. ഒരു മാസത്തേക്ക് 550, പിന്നെ 1 മാസത്തേക്ക് 850, പിന്നെ കറണ്ട് വാടക വേറെ. അങ്ങനെയാണ് കറണ്ട് വാടക. ചിലപ്പോൾ 500 വരും, ചിലപ്പോൾ 550 വരും, ചിലപ്പോൾ 1000 വരും. അങ്ങനെയൊക്കെയുള്ളൊരു രീതിയിലാണ് നടക്കുന്നത്. പിന്നെ നമുക്ക് വയസ്സായ ആൾക്കാർക്ക് പറഞ്ഞാൽ നമുക്ക് പണിക്ക് പോകാനും തരത്തിനും പോകാത്ത ആൾക്കാരെ കൊണ്ടൊക്കെ അങ്ങനെയൊക്കെ വാങ്ങുമെന്ന് പറഞ്ഞാൽ അതൊക്കെ ഭയങ്കര ഒരു കഷ്ടപ്പാടല്ലേ. ഇപ്പോൾ പണിക്ക് പോകാനായിട്ട് ഇപ്പോൾ 4-5 വർഷമായി ഞാൻ പണിക്ക് പോകാതെ വീണിട്ടും
കയ്യും കാലൊക്കെ തേയ്മാനം കൊണ്ട് തീരെ പണിക്ക് പോകില്ല. അതൊക്കെ പറയുമ്പോൾ നമുക്കൊക്കെ സങ്കടം വരിക സാറേ. നമുക്കൊക്കെ എന്നാലും നമുക്ക് വാടക കൊടുക്കാനൊന്നും പറ്റില്ല. ഏത് കാര്യത്തിൽ നമുക്ക് കോളനി ഉള്ള സമയത്ത് തന്നെ വീടുണ്ട് പറഞ്ഞിട്ട് എല്ലാവരും വന്ന് നോക്കിയ ശേഷം ഞാൻ അവസാനം വന്ന് വീട് കൊടുക്കുമ്പോഴാണ് സാറേ ഞാൻ വന്ന് നോക്കലും പൊരിക്കലൊക്കെ ഉണ്ടായത്. അത്രയും മക്കളും പേരമക്കളും കൂടി ഉണ്ടായിട്ട് എനിക്കൊരു ഇതില്ല. ഞാൻ പണിക്ക് പോയാലും എനിക്കൊരു 10 രൂപ കിട്ടുള്ളൂ. ഫ്ളാറ്റിൽ നിന്നുള്ള സെപ്റ്റി ടാങ്ക് മാലിന്യം നിറഞ്ഞു കവിഞ്ഞൊഴുകി ദുർഗന്ധപൂരിതമാണ് പരിസരം. ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച ദ്രവമാലിന്യ നിർമ്മാർജ്ജന പ്ലാന്റ് ഒരു ദിവസം പോലും പ്രവർത്തിച്ചിട്ടില്ല. മാലിന്യ നീക്കം നിലച്ചതിനാൽ ഫ്ളാറ്റിന്റെ ഒരു വശത്ത് മാലിന്യങ്ങൾ കുന്നുകൂടി കിടക്കുകയാണ്. കോഴിക്കോട് നിന്നും MS അനീഷ് കുമാർ, ന്യൂസ് 18. തട്ടം വിവാദം കരുതിക്കൂട്ടി ഉണ്ടാക്കിയതെന്ന് കോൺഗ്രസ് നേതാവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. മുസ്ലിം സമൂഹത്തെ ബോധപൂർവം വേദനിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് നടന്നത് എന്ന് അദ്ദേഹം ആരോപിച്ചു. എന്തിനാണ് ഒരു ആചാരത്തെ തിരുത്താൻ ശ്രമിക്കുന്നത് എന്നും തിരുവഞ്ചൂർ ചോദിച്ചു. ഒരു വാക്ക് പറഞ്ഞു, വാക്കിനകത്തൊരു തിരുത്തൽ വന്നു. അത്ര നിസ്സാരാണോ ഇത്? ഒരു നിസ്സാരമല്ലല്ലോ. തലമുറകളായി നൂറ്റാണ്ടുകളായി ഒരു സമൂഹം അനുഷ്ഠിച്ചു വരുന്ന അവരുടെ ഒരു ആചാരക്രമമാണ്. ആ ആചാരക്രമത്തെയാണ് ചോദ്യം ചെയ്തത്. അവിടെ മാർക്സിസ്റ്റ് പാർട്ടി നിശബ്ദമായി നിന്നാൽ പോരാ. ഞങ്ങൾക്കിത് പങ്കില്ല എന്ന് പറഞ്ഞാൽ പോരാ. നിങ്ങളുടെ പങ്ക് എന്താണ് എന്നുള്ളത് തുറന്ന് പറയണ്ടേ? അതിനുവേണ്ടിയുള്ള ആർജവം കാണിക്കണ്ടേ? അതെന്തുകൊണ്ടുണ്ടാവുന്നില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ ചോദ്യം. അതുകൊണ്ട് ഞങ്ങൾ ഈ കാര്യത്തിനകത്ത് ഇന്ത്യൻ മുസ്ലിം സമൂഹത്തിനുണ്ടായ വേദനയിൽ ഞങ്ങൾ ദുഃഖിക്കുന്നു. അവർക്ക് എല്ലാ വിധത്തിലുമുള്ള പിന്തുണ ഞങ്ങൾ കൊടുക്കുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക്. CPIM നേതാവും CITU സംസ്ഥാന പ്രസിഡന്റുമായ ആനത്തലവട്ടം ആനന്ദൻ അന്തരിച്ചു. 86 വയസ്സായിരുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ആയിരുന്നു അന്ത്യം. വിവരങ്ങളുമായി VV അരുൺ ചേരുന്നുണ്ട്. അരുൺ, എന്താണ് വിശദാംശങ്ങൾ? CPIM നേതാവ് ആനത്തലവട്ടം ആനന്ദൻ അന്തരിച്ചു. CITU സംസ്ഥാന പ്രസിഡന്റായിരുന്നു. ദീർഘകാലം ആയി CITU എന്ന സംഘടനയുടെ അമരത്ത് അദ്ദേഹമായിരുന്നു. നിരവധി പ്രതിഷേധ പരിപാടികളിൽ ഉൾപ്പെടെ പ്രക്ഷോഭങ്ങളിൽ ഉൾപ്പെടെ മുൻനിര പോരാളിയായി ആയിരുന്നു ആനത്തലവട്ടം ആനന്ദൻ. വിവരങ്ങളുമായി VV അരുൺ ചേരുന്നുണ്ട്. അരുൺ, എപ്പോഴായിരുന്നു അന്ത്യം? എന്താണ് മറ്റു വിവരങ്ങൾ? അഭിലാഷ്, അല്പസമയം മുമ്പ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലായിരുന്നു അദ്ദേഹത്തെ അന്ത്യം. സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ കഴിഞ്ഞ കുറേ നാളുകൾ അദ്ദേഹം ചികിത്സയിലായിരുന്നു. അദ്ദേഹത്തിന് അർബുദ രോഗമായിരുന്നു. അദ്ദേഹത്തെ ഇടയ്ക്ക് മുഖ്യമന്ത്രിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം അപ്പോളോ ആശുപത്രി ചികിത്സയെക്കൊണ്ട്, പക്ഷേ 4ാം സ്റ്റേജിലേക്ക് ക്യാൻസർ രോഗം ബാധിച്ചതുകൊണ്ട് തന്നെ കൂടുതൽ ചികിത്സയുണ്ടായില്ല. പാലിയേറ്റീവ് ചികിത്സ മാത്രമായിരുന്നു അദ്ദേഹത്തെ ഡോക്ടർമാർ നിർദ്ദേശിച്ചത്. അതിനെ തുടർന്ന് കുറേ നാൾ വീട്ടിലും അതിനുശേഷം 2 ആഴ്ച മുമ്പ് അസുഖം വളരെ മോശമായതിനെ തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സൂപ്പർ സ്പെഷ്യാലിറ്റി ICUവിലും ചികിത്സയിലായിരുന്നു ആനത്തലവട്ടം ആനന്ദൻ. ഒരുപക്ഷെ സംസ്ഥാനം കണ്ട ഏറ്റവും പ്രമുഖരായ ട്രേഡ് യൂണിയൻ നേതാക്കളിൽ ഒരാളാണ് അദ്ദേഹം. CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം, 3 തവണ MLA. അത്തരത്തിൽ ട്രേഡ് യൂണിയൻ രംഗത്തും പാർലമെന്റ് രംഗത്തും ഒരുപോലെ പ്രവർത്തിച്ച നേതാവ്. പക്ഷേ ട്രേഡ് യൂണിയൻ നേതാവ് എന്ന രീതിയിലാണ് അദ്ദേഹം ഏറെ അറിയപ്പെട്ടത്. CPMന്റെ നിലപാട് പറയാൻ നമുക്കറിയാം. CPM വലിയ പ്രതിരോധത്തിലാവുമ്പോഴൊക്കെ ചാനൽ ചർച്ചകളടക്കം സുവ്യക്തമായ നിലപാടുമായി എക്കാലത്തും പാർട്ടിയെ പ്രതിരോധിച്ച നേതാവ് കൂടിയാണ് ആനത്തലവട്ടം ആനന്ദൻ. ആനത്തലവട്ടം എന്ന ഒരു ദ്വീപ്, ഒരു 4 വശവും വെള്ളത്താൽ ചുറ്റപ്പെട്ട ഒരു തുരുത്തിൽ ജനിച്ച ആനത്തലവട്ടം ജനിക്കുമ്പോൾ തന്നെ ആ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ കയർ തൊഴിലാളികളുമായി ചുറ്റും കായലും കയറും, അതാണ് ആനത്തലവട്ടത്തിൻ്റെ ജീവിതത്തെ ഈ ട്രേഡ് യൂണിയൻ രംഗത്തേക്ക് നയിച്ചത്. കയർ തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ട് ചെറിയ തരത്തിൽ കയർ ഉൽപ്പാദകരായിരുന്നു അദ്ദേഹത്തിൻ്റെ കുടുംബം. പക്ഷേ വളരെ പെട്ടെന്ന് സ്കൂൾ പഠിക്കുമ്പോൾ തന്നെ കയർ തൊഴിലാളികളെ സംഘടിപ്പിച്ച് അവരുടെ പ്രശ്നങ്ങളുമായി ഇടപെട്ട് അദ്ദേഹം വളരെ വേഗം ട്രേഡ് യൂണിയൻ രംഗത്തേക്ക് മാറുകയായിരുന്നു. സ്കൂളിൽ വിദ്യാർത്ഥി രംഗത്ത് പ്രവർത്തിക്കുമ്പോഴും സ്കൂളിൽ അദ്ദേഹത്തിൻ്റെ ഒരു അഭിമുഖം നമ്മൾ കണ്ടത് ഓർക്കുന്നു. അതായത് കൃത്യമായി സ്കൂളിൽ പോകുന്ന വഴിക്ക് പോലും കയർ തൊഴിലാളികൾ സമരം നടക്കുമ്പോൾ അവിടെ അതിനുവേണ്ടി സമരം ചെയ്ത് മുദ്രാവാക്യം വിളിച്ച് സ്കൂളിലേക്ക് പോകുന്നു, തിരികെ സമരപ്പന്തലിലേക്ക് എത്തും. അങ്ങനെ കയർ തൊഴിലാളികളുമായി കയർ തൊഴിൽ മേഖലയുമായി അഭേദ്യ ബന്ധമായിരുന്നു ആനത്തലവട്ടം ആനന്ദൻ എന്ന രാഷ്ട്രീയ നേതാവിന്. അദ്ദേഹം 57-ൽ EMS സർക്കാരിൻ്റെ കാലത്ത് അദ്ദേഹം CPIയുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്നു. ഒരു അധികമാരും ചർച്ച ചെയ്യപ്പെടാത്ത ഒരു പ്രത്യേകത, EMS സർക്കാരിനെതിരെ സമരം ചെയ്ത ബ്രാഞ്ച് സെക്രട്ടറി. അത് അദ്ദേഹം തന്നെ പറഞ്ഞത് കേൾക്കുമ്പോൾ ഒരുപക്ഷെ അത്ഭുതം തോന്നും. EMS സർക്കാർ ഭരിക്കുമ്പോൾ തൊഴിലാളികളുടെ കൂലി ഒരെണ്ണയായി വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സെക്രട്ടറിയുടെ സമരത്തിലെത്തുന്നു. അന്ന് CPIയുടെ ആസ്ഥാനം തമ്പാനൂരാണ്. അവിടെ എത്തുമ്പോൾ പാർട്ടിയുടെ അസിസ്റ്റന്റ് സെക്രട്ടറി അവിടെയുണ്ട്. എന്തിനാണ് 100 കർഷക തൊഴിലാളികളെയും തൊഴിലാളി സ്ത്രീകളെയും കൂട്ടിയാണ് അദ്ദേഹം ട്രെയിനിൽ ചിറയൻകീഴിൽ നിന്ന് തിരുവനന്തപുരത്ത് വന്ന് ഇറങ്ങുന്നത്. പാർട്ടി ഓഫീസിൽ എത്തുന്നു. അവിടെ
എത്തുമ്പോൾ പാർട്ടി അസിസ്റ്റന്റ് സെക്രട്ടറി അത്ഭുതത്തിലിരിക്കും, നിങ്ങൾ ആരാണ്, എന്തിനാണ് വന്നത് പറയുമ്പോൾ അദ്ദേഹം പറയുന്നത് ഞാൻ സമരം ചെയ്യാൻ വന്നതാണ് തൊഴിലാളികൾക്ക് വേണ്ടി. അതായത് EMS സർക്കാർ ഭരിക്കുമ്പോൾ EMS സർക്കാരിനെതിരെ സമരം ചെയ്യാൻ വന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ബ്രാഞ്ച് സെക്രട്ടറി, അതാണ് ഈ ആനത്തലോട്ട് ആനന്ദൻ ആദ്യം നേതാക്കളുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. പിന്നീട് അതിന് നടപടി വേണമെന്ന് ആവശ്യം വരുമ്പോൾ സമരവും ഭരണവും ഒരുമിച്ച് കൊണ്ടുപോകണമെന്ന ചരിത്രപ്രസിദ്ധമായ നിലപാട് EMS നമ്പൂതിരിപ്പാട് പറഞ്ഞത് ഈ ആനത്തലവട്ടം ആനന്ദൻ നയിച്ച ഒരു സമരത്തിൻ്റെ തുടർച്ചയായിട്ടായിരുന്നു. പിന്നീട് സെക്രട്ടറിയുടെ മുന്നിൽ അന്ന് ഭരിക്കുന്ന സർക്കാരിനെതിരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തന്നെ വലിയ സമരങ്ങൾ കണ്ടു. അവിടെ ആ സമരങ്ങൾ തന്നെ വേണമെന്ന് EMSനെ പറയാൻ പ്രേരിപ്പിച്ചത് ആനത്തലവട്ടം ആനന്ദൻ എന്ന ആ നേതാവിൻ്റെ ചങ്കൂറ്റമായിരുന്നു, അല്ലെങ്കിൽ തൊഴിലാളികൾക്ക് വേണ്ടി നിലപാടായിരുന്നു. പിന്നീട് അങ്ങോട്ട് നിരവധി സമരങ്ങൾ, പട്ടിണി ജാഥകൾ, കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നടന്ന പട്ടിണി ജാഥ, AKGയുടെയും സുശീലാ ഗോപാലിൻ്റെയും ഒക്കെ അനുഗ്രഹാശിസോടുകൂടി നടന്ന ജാഥ, നിയമസഭയിലേക്ക് തന്നെ മാർച്ച് ചെയ്ത് കയറണമെന്ന AKGയുടെ ആഹ്വാനം ഉൾക്കൊണ്ട് നിയമസഭയിലേക്ക് മാർച്ച് ചെയ്തെത്തിയ ആനത്തലവട്ടം ആനന്ദൻ എന്ന യുവ ട്രേഡ് യൂണിയൻ നേതാവിനെ പല നേതാക്കളും പിന്നീട് അത്ഭുതത്തോടെയും ആദരവോടെയും സ്മരിച്ച് നമ്മൾ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. അങ്ങനെ അത്തരത്തിൽ ട്രേഡ് യൂണിയൻ രംഗത്തിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച ഒരു നേതാവ്, CPMന്റെ സംസ്ഥാന സെക്രട്ടറി അംഗം, പ്രായപരിധി മറികടന്നുകൊണ്ടുപോലും അദ്ദേഹത്തെ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തണമെന്ന് ആഗ്രഹിച്ചവർ CPMലുണ്ട്. ഒരു കാലത്ത് VS പക്ഷത്തിൻ്റെ ശക്തനായ വക്താവ് പിന്നീട് ഔദ്യോഗിക ചേരിയിലേക്ക് മാറുമ്പോഴും അദ്ദേഹം പാർട്ടി നിലപാടുകൾക്കൊപ്പം സഞ്ചരിച്ച ഒരു നേതാവാണ്. കയറുമായി ബന്ധപ്പെട്ട അപ്പെക്സ് ബോഡികളിലെല്ലാം, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ദേശീയ തലത്തിൽ പോലും നിരവധി കമ്മിറ്റികളിൽ അംഗമായിരുന്ന ആളാണ് ആനത്തലവട്ടം ആനന്ദൻ. 3 തവണ MLA ആയി ചിറയൻകീഴിൽ നിന്ന് ആറ്റിങ്ങിൽ നിന്ന് MLA ആയി തിരഞ്ഞെടുക്കപ്പെട്ട ആളാണ്. അത്തരത്തിൽ ആറ്റിങ്ങൽ പഞ്ചായത്ത് പ്രസിഡന്റായി പ്രവർത്തിച്ച ആളാണ്. അത്തരത്തിൽ താഴെ തട്ടിൽ നിന്ന് പ്രവർത്തിച്ച CPMന്റെ സംസ്ഥാന സെക്രട്ടറി അംഗം, ദീർഘനാൾ CITUവിൻ്റെ. ഞാൻ അരുണിലേക്ക് വരാം. ഇപ്പോൾ CPM നേതാവ് ശ്രീ ആനാവൂർ നാഗപ്പൻ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ആനാവൂർ നാഗപ്പൻ, പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയ നഷ്ടമാണ്. വളരെ ചെറുപ്പത്തിൽ തന്നെ പാർട്ടി പ്രവർത്തനങ്ങളിൽ സജീവമായി പാർട്ടിയിലെ ഏറ്റവും തലമുതിർന്ന നേതാവായി ആനത്തലവട്ടം ആനന്ദൻ മാറിയിരുന്നു. രാഷ്ട്രീയമായും വ്യക്തിപരമായും എങ്ങനെയാണ് അദ്ദേഹത്തെ ഓർത്തെടുക്കുന്നത്? ആനത്തലവട്ടം ആനന്ദന്റെ നഷ്ടം പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അതൊരു തീരാ നഷ്ടമായിരിക്കും. വളരെ ചെറുപ്പത്തിലെ തന്നെ ഈ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി വന്ന് ഏറ്റവും താഴെത്തട്ടിൽ നിന്ന് പ്രവർത്തിച്ചു ഒരു തൊഴിലാളി പ്രവർത്തകനായി വളർന്നു വന്ന, നേതാവായി വളർന്നു വന്ന ഒരു സഖാവായിരുന്നു ആനന്ദൻ. കയർ തൊഴിലാളികളെ സംഘടിപ്പിച്ച് അവരുടെ നേതാവായി ഏറ്റവും താഴെത്തട്ടിൽ നിന്ന് പ്രവർത്തിച്ച് മുന്നോട്ട് വന്ന് CPMന്റെ സംസ്ഥാന സെക്രട്ടറി അംഗമായി, CITUവിന്റെ സംസ്ഥാന പ്രസിഡന്റായി, കേരളത്തിലെ ഏറ്റവും ഉയർന്ന രാഷ്ട്രീയ നേതാക്കളിലൊരാളായി മാറാൻ കഴിഞ്ഞ അപൂർവമായ വ്യക്തിത്വത്തിന്റെ ഉടമയായിരുന്നു സഖാവ് ആനന്ദൻ, ആനത്തലവട്ടം ആനന്ദൻ. തിരുവനന്തപുരം ജില്ലയുടെ, വിശേഷിച്ച് ചിറയൻകീഴ് താലൂക്കിന്റെ പ്രസ്ഥാനത്തിന്റെ വളർച്ചയിൽ വളരെ നിർണായകമായ പങ്ക് വഹിച്ച ഉജ്ജ്വലനായ ഒരു സംഘടനകാരായിരുന്നു. നല്ല പൊതുപ്രവർത്തകനായിരുന്നു, ജനപ്രതിനിധിയായിരുന്നു, MLA ആയിരുന്നു. കയർഫെഡിന്റെ ചെയർമാനം നിലയിൽ തൊഴിലാളികൾക്ക് വേണ്ടിയുള്ള നിരവധി പദ്ധതികൾ അദ്ദേഹം ആവിഷ്കരിക്കുകയും നടപ്പാക്കുകയും ചെയ്തു. കയർ മേഖലയിലെ സമൂലമായ പരിഷ്കാരത്തിന് വലിയ നേതൃത്വം കൊടുത്ത നേതാവായിരുന്നു സഖാവ് ആനത്തലവട്ടം ആനന്ദൻ. ജില്ലയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനും സാധാരണ ജനങ്ങൾക്കും ഒരിക്കലും മറക്കാൻ കഴിയാത്ത വ്യക്തിത്വത്തിന്റെ ഉടമയാണ് സഖാവ് ആനന്ദൻ. സഖാവിന്റെ നിര്യാണം കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഒരു വലിയ നഷ്ടമാണ്. തിരുവനന്തപുരം ജില്ലയെ വിശേഷിച്ച് വളരെ ശക്തിയായി ഈ പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുക്കാൻ കഴിഞ്ഞ, വിഷയങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ കഴിഞ്ഞ, അതെല്ലാം വ്യക്തമായ ഉത്തരം നൽകാൻ കഴിഞ്ഞ ഒരു നേതാവിനെയാണ് നഷ്ടപ്പെട്ടു പോയത് എന്നത് തീർച്ചയായും വളരെ ദുഃഖകരമായ ഒരു വസ്തുതയാണ്. വലിയ നഷ്ടമാണ്. കാലം ഒരുപക്ഷെ നിലത്തുമായിരിക്കാം, പക്ഷേ വലിയ നഷ്ടമാണ് ഈ പ്രസ്ഥാനത്തിന് ഇക്കാര്യത്തിൽ ഉണ്ടായത് എന്നൊരു സംശയമില്ല. ആ സഖാവിന്റെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തുവാണ്. വലിയ നഷ്ടമാണ് ഈ പാർട്ടിക്കുണ്ടായത് എന്ന കാര്യം ഒരിക്കൽ കൂടെ എടുത്തു പറയുന്നതിന് ആഗ്രഹിക്കുക. റൈറ്റ്. ശ്രീ ആനാവൂർ നാഗപ്പൻ, താങ്കൾ സൂചിപ്പിച്ചതുപോലെ പാർട്ടിയുമായി ബന്ധപ്പെട്ട് കൃത്യമായ നിലപാടുകൾ ഉണ്ടാവുകയും അത് മറ്റുള്ളവരോട്, പൊതുസമൂഹത്തോട് വളരെ കൃത്യമായി അവതരിപ്പിക്കുകയും ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു. പ്രത്യേകിച്ച് ഈ ടെലിവിഷൻ ചർച്ചകൾ ഒക്കെ, അതായത് രാഷ്ട്രീയ ചർച്ചകൾ ഒക്കെ വളരെ സജീവമായ ഒരു കാലഘട്ടത്തിൽ
അദ്ദേഹം ചാനലിലെ മുഖം തന്നെയായിരുന്നു. അത് പാർട്ടിയെ ഏറെ പ്രതിരോധത്തിലാക്കുന്ന വിഷയത്തിൽ പോലും ഈ ടെലിവിഷൻ ചാനലുകളിലെ ചർച്ചയ്ക്ക് ക്ഷണിച്ചാൽ അദ്ദേഹം വരികയും പങ്കെടുക്കുകയും കൃത്യമായി പാർട്ടിയുടെ നിലപാടെന്ത് എന്ന്, ഇപ്പോൾ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ചില പാനൽ ലിസ്റ്റുകൾ ഒക്കെ ഉണ്ടാകാം, പക്ഷേ അതൊന്നുമില്ലാതിരുന്ന സമയത്ത് അടക്കം അങ്ങനെ ഒരു നേതാവ് കൂടിയായിരുന്നു. പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഉൾപ്പെടെ വളരെ കൃത്യമായി ജനങ്ങളോട് ആശയവിനിമയം നടത്തിയ ഒരു നേതാവിൻ്റെ നഷ്ടം, അതിനെ എങ്ങനെ വിലയിരുത്തുന്നു? പ്രതിസന്ധി ഘട്ടങ്ങളിൽ പാർട്ടി നിലപാടുകളിലും വ്യക്തതയുള്ള ഒരു നേതാവായിരുന്നു സഖാവാനന്ദൻ. വിഷയങ്ങളെ ശരിക്കും അവതരിപ്പിക്കാൻ, അക്കാര്യങ്ങൾ മനസ്സിലാക്കി പ്രതികരിക്കാൻ സഖാവാനന്ദൻ സദാ ശ്രദ്ധ വെച്ചിട്ടുണ്ടായിരുന്നു, പ്രത്യക്ഷത്തിനായിരുന്നു. പ്രതികൂലമായ സാഹചര്യങ്ങളിലും ചാനൽ ചർച്ചകളിൽ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും മുഖമായി മാറാൻ അദ്ദേഹത്തിനായിരുന്നു. കൃത്യമായ ഉത്തരങ്ങൾ നൽകാനും വ്യക്തതയോടുകൂടെ കാര്യങ്ങൾ അവതരിപ്പിക്കാനും ക്ഷോഭത്തിനോ മറ്റൊന്നും വഴിപ്പെടാതെ വളരെ സൗമ്യനായി പ്രശ്നങ്ങൾ അവതരിപ്പിച്ച് ജനങ്ങളെ ബോധ്യപ്പെടുത്താനും കഴിഞ്ഞ ഒരു നേതാവായിരുന്നു സഖാവ് ആനന്ദത്തിലുണ്ടാകുന്നത്. കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്കെതിരായി വലിയ ആക്രമണങ്ങൾ നടക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹം ഒരു പ്രതിരോധ കവചമായിരുന്നു. അദ്ദേഹം അക്കാര്യത്തിൽ സുത്യർഹമായ പങ്കാണ് നിർവഹിച്ചത്. വ്യക്തമായി ഓരോ കാലഘട്ടത്തിലെയും പാർട്ടിയുടെ രാഷ്ട്രീയ നിലപാടും ഓരോ വിഷയത്തിലും പാർട്ടി എടുത്ത നിലപാടുകളെല്ലാം വളരെ ഹൃദിഷ്ടമാക്കുകയും വ്യക്തതയോടെ തന്നെ അത് അവതരിപ്പിക്കുകയും ഒരു ചാഞ്ചല്യമില്ലാതെ മുമ്പോട്ട് പോവുകയും ചെയ്ത ഏറ്റവും നല്ല നേതാവായിരുന്നു അദ്ദേഹം. തീർച്ചയായും വളരെ നന്ദി ശ്രീ ആനാവൂർ നാഗപ്പൻ ഞങ്ങളോട് പ്രതികരിച്ചതിന്. ഇപ്പോൾ മുൻ MP എ സമ്പത്ത് കൂടി ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ സമ്പത്ത്, ആറ്റിങ്ങലിലെ നിയമസഭാ പോരാട്ടങ്ങളിൽ ആണ് അദ്ദേഹം വിജയിച്ച് നിയമസഭയിലേക്ക് എത്തിയത്. ഒരു ജനപ്രതിനിധി എന്നതിനപ്പുറത്ത് തൊഴിലാളികളുടെ ഭാഗമായി, അങ്ങനെ കമ്മ്യൂണിസ്റ്റുകാരനായി, തൊഴിലാളികളുടെ അവകാശ പോരാട്ടങ്ങളിൽ ഭാഗഭാക്കായി വളർന്നു വന്ന ഒരു നേതാവ്, ഏറ്റവും തലമുതിർന്ന നേതാവ്, രോഗം അത്രമേൽ കീഴ്പ്പെടുത്തിയ ഘട്ടം വരെ പാർട്ടിയുടെ മുഖമായി മാറിയിരുന്ന ആൾ. ആ വിയോഗത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? തിളക്കമാർന്ന തൊഴിലാളി വർഗ രാഷ്ട്രീയത്തിന്റെ ഏറ്റവും ഉദാത്തമായ പ്രതീകത്തെയാണ് നമുക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത്. എന്റെ തലമുറയിൽപ്പെട്ടവർ അണ്ണൻ എന്ന് തന്നെ വിളിച്ച് ശീലിച്ചിട്ടുള്ള ഒരു മനുഷ്യനെ, മനുഷ്യസ്നേഹിയെ, സഖാവിനെ, ഗുരുവിനെ, ജ്യേഷ്ഠ സഹോദരനെയാണ് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത്. വളരെ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ അദ്ദേഹവുമായി ഉണ്ടായ അടുപ്പം, ആ ബന്ധം എന്നത് അത് അദ്ദേഹത്തിന്റെ മരണത്തിന് പോലും അങ്ങനെ അറുത്തു മാറ്റാൻ കഴിയുന്നതല്ല. എന്റെ പിതാവ് സഖാവ് അനിരുദ്ധൻ അന്ന് കേരളത്തിലെ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ ആർ ശങ്കറിനെതിരായി ചൈനാച്ചാരൻ എന്ന് ആക്ഷേപിക്കപ്പെട്ട് കരുതൽ തടങ്കൽ നിയമപ്രകാരം 1.5 വർഷക്കാലം തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ കഴിയുന്ന വേളയിൽ ജയിലിൽ കിടന്നുകൊണ്ട് ആർ ശങ്കറിനെതിരായുള്ള തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ ഒരു കൈക്കുഞ്ഞായിരിക്കുന്ന എന്നെ തോളിലേറ്റിക്കൊണ്ട് നടന്ന് പലയിടത്തും വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ടാണ് ആനന്ദണ്ണൻ അങ്ങനെ എന്റെ ഒരു ജീവന്റെ, എന്റെ ശരീരത്തിന്റെ, എന്റെ ആത്മാവിന്റെ ഭാഗമായി മാറുന്നത്. അത് അദ്ദേഹം ഈ രോഗാതുരനാവുകയും തന്റെ ശാരീരികമായ അസ്വാസ്ഥ്യങ്ങൾ അത് ഒരുപക്ഷെ ആധുനികമായ ചികിത്സയ്ക്ക് പോലും അത് കീഴ്പ്പെടുത്താൻ കഴിയാതെ അദ്ദേഹത്തിന്റെ ഒരു ഇച്ഛാശക്തി ഉണ്ടല്ലോ. ഇപ്പോൾ നിങ്ങൾക്കെല്ലാം അറിവുള്ളതുപോലെ നമ്മുടെ മാധ്യമ പ്രവർത്തകർക്കും പൊതുരംഗത്ത് നിൽക്കുന്നവർക്കും എല്ലാം നന്നായി അറിയാവുന്ന കാര്യമാണ്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയവുമായി അടുത്ത ബന്ധം പുലർത്തുന്നവർ മാത്രമല്ല, രാഷ്ട്രീയമായി എതിർചേരിയിലുള്ളവർ പോലും ആനത്തലവട്ടം ആനന്ദൻ എന്ന ഒരു മനുഷ്യസ്നേഹിയെ, തൊഴിലാളി നേതാവിനെ, ജനപ്രതിനിധിയെ, പൊതുപ്രവർത്തകനെ കാണുന്നത് കേരളത്തിന്റെ ഉദാത്തമായ പ്രതീകമായിട്ടാണ്. തൊഴിലാളി വർഗ രാഷ്ട്രീയത്തെ ഉയർത്തിപ്പിടിച്ച നേതാവാണ് അദ്ദേഹം. അവസാനം വരെയും തൊഴിലാളികളുടെ, അധ്വാനിക്കുന്നവരുടെ പ്രശ്നങ്ങൾ അത് അധികൃതരുടെ മുന്നിലെത്തിക്കുന്നതിന്, തൊഴിലാളികളെ സംഘടിപ്പിക്കുന്നതിന്, അവരുടെ വിഷയങ്ങളിൽ ഇടപെടുന്നതിന്, അവരുടേതായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് ഒക്കെ അത്തരത്തിൽ പ്രയത്നിച്ച ആളാണ്. ദീർഘനാൾ അദ്ദേഹം ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട്, ഒളിവിൽ കഴിയേണ്ടി വന്നിട്ടുണ്ട്. ഇന്നത്തെ തലമുറയിൽപ്പെട്ടവർക്ക് ഒരുപക്ഷെ പറഞ്ഞാൽ അത് കെട്ടുകഥ പോലെ തോന്നാവുന്നതായിട്ടുള്ള ഐതിഹാസികമായ ഒരു ജീവിതം അദ്ദേഹത്തിന്റെ ചെറുപ്പകാലത്ത് തന്നെ ഉള്ളതാണ്. അദ്ദേഹത്തിന്റെ പോരാട്ടങ്ങൾ എന്നുള്ളത് അത് ആഭ്യന്തര
അടിയന്തരാവസ്ഥക്കെതിരായി നടത്തിയ പോരാട്ടം, അതിനു മുമ്പ് ഈ CPIM-നെ ചൈനാചാരന്മാരെന്ന് മുദ്രകുത്തി ആ വിധത്തിൽ ഒറ്റപ്പെടുത്താൻ നടത്തിയപ്പോൾ നടത്തിയതായ പോരാട്ടം, അതിനുശേഷം ഇടതുപക്ഷ വ്യതിയാനത്തിനെതിരായി അദ്ദേഹം നടത്തിയ പോരാട്ടം, വലതുപക്ഷ വ്യതിയാനത്തിനെതിരായി നടത്തിയ പോരാട്ടം, ഈ പാർട്ടിയെ ഒറ്റപ്പെടുത്തുന്നതിന് വേണ്ടി നടത്തിയ എല്ലാ പരിശ്രമങ്ങളെയും എതിർത്ത് തോൽപ്പിക്കാൻ വേണ്ടി അദ്ദേഹം മുന്നിൽ നിന്നിരുന്നു. നമ്മുടെ നാടിന്റെ മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കാൻ വർഗരാഷ്ട്രീയമാണ് ഏറ്റവും അഭികാമ്യമെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിൽ അദ്ദേഹത്തിന്റെ വാക്കും ചിന്തയും പ്രവൃത്തിയും വളരെ സഹായകരമായിരുന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ നഷ്ടം എന്നുള്ളത് ഞങ്ങളെല്ലാം സംബന്ധിച്ച് വ്യക്തിപരമായ നഷ്ടം എന്നുള്ളതിനപ്പുറം കേരളത്തിലെ സമൂഹത്തിന് നമുക്കെല്ലാം ഉണ്ടായിട്ടുള്ള ഒരു പൊതു നഷ്ടമാണ്. ഞാനും ആ ദുഃഖത്തിൽ പങ്കുചേരുകയാണ്. വളരെ നന്ദി ശ്രീ സമ്പത്ത് ഞങ്ങളോട് പ്രതികരിച്ചതിന്. ഇപ്പോൾ ശ്രീ M. വിജയകുമാർ, മുൻ സ്പീക്കർ, CPIM നേതാവ്, ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ വിജയകുമാർ, നേരത്തെ സമ്പത്ത് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ആനത്തലവട്ടം അണ്ണൻ എന്ന തരത്തിലാണ്. അങ്ങനെ നിരവധി സഖാക്കളെ സംബന്ധിച്ചിടത്തോളം സഖാവ് എന്നതിനപ്പുറത്ത് സ്നേഹത്തോടെ സഹോദരൻ എന്നർത്ഥം വരുന്ന തരത്തിൽ അണ്ണൻ എന്ന് അഭിസംബോധന ചെയ്യാറുണ്ട് ആനത്തലവട്ടം ആനന്ദനെ. ഒരു പാർട്ടി നേതാവ് എന്നതിനപ്പുറത്ത് അദ്ദേഹം കൂടുതൽ മനുഷ്യസ്നേഹിയായിരുന്നു. തൊഴിലാളികൾക്ക് വേണ്ടി അദ്ദേഹം നിലപാടുകൾ സ്വീകരിക്കുകയും നിലകൊള്ളുകയും ചെയ്ത നേതാവാണ്. ആ രണ്ട് തലത്തിൽ എങ്ങനെ താങ്കൾക്ക് അദ്ദേഹത്തെ വിലയിരുത്താൻ സാധിക്കും? ഞാൻ കേരള കർഷക സംഘത്തിന്റെ സംസ്ഥാന വർക്കിംഗ് കമ്മിറ്റി യോഗം കൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഈ വാർത്ത അവിടെ എത്തുന്നത്. സഖാവാനന്ദൻ ആനന്ദൻ നമ്മെ വിട്ടുപോയി എന്ന വാർത്ത അറിഞ്ഞുടൻ തന്നെ മറ്റൊന്നും ആലോചിക്കാതെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. വാഹനത്തിലാണ് ഞാൻ. അദ്ദേഹം എന്നെ സംബന്ധിച്ച് ഒരു വാക്കിൽ ഒതുക്കേണ്ട കാര്യമല്ല, അല്ലെങ്കിൽ ഒരു വാചകത്തിലോ ഒരു സംഭാഷണത്തിലോ ഒന്നും ഒതുങ്ങുന്നയാളല്ല. അദ്ദേഹം എന്റെ ജീവിതത്തിന്റെ ഭാഗമായിരുന്നു എന്ന് വേണമെങ്കിൽ എനിക്ക് പറയാൻ സാധിക്കും. അദ്ദേഹം എന്റെ പ്രിയ സഖാവും സഹോദരനുമാണ്, ജ്യേഷ്ഠ സഹോദരനുമാണ് അദ്ദേഹം. അദ്ദേഹത്തെ എല്ലാം കണ്ടുകൊണ്ടാണ് ഞങ്ങളെപ്പോലുള്ള ആളുകൾ ഈ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരുന്നത്. അദ്ദേഹത്തിന്റെ ജീവിതകാലം മുഴുവൻ നമ്മുടെ രാജ്യത്തെ പാവപ്പെട്ടവർക്ക് വേണ്ടി, തൊഴിലാളികൾക്ക് വേണ്ടി, തൊഴിലാളി വർഗത്തിന്റെ ഏറ്റവും ഉജ്ജ്വലനായ, ഏറ്റവും ഉത്തമനായ നേതാവ് ആയിരുന്നു സഖാവ് ആനത്തലവട്ടം ആനന്ദൻ എന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ജീവിതാവസാനം വരെ. കാരണം കുറച്ചു ദിവസമായി അദ്ദേഹം അസുഖബാധിതനായി കിടപ്പിലായിരുന്നു. വീട്ടിലായിരുന്നു, പിന്നെ ഹോസ്പിറ്റലായി, പിന്നെ വീട്ടിലായി, അങ്ങനെ ഇരിക്കുക. ആ സമയത്ത് പോലും അദ്ദേഹത്തിന്റെ ചിന്ത ആരോഗ്യ കാര്യങ്ങളിലല്ല. അദ്ദേഹത്തിന്റെ ചിന്ത എപ്പോഴും, ഞാൻ ഈ അടുത്ത ദിവസം കണ്ടപ്പോഴും എന്നോട് പറഞ്ഞു, ഈ കാര്യങ്ങളാണ്, ഈ വക കാര്യങ്ങൾ ആണ് അദ്ദേഹത്തിന് പറയാനുള്ളത്. അത് ഓരോ കാര്യങ്ങളും അദ്ദേഹം ഓർമ്മിച്ച്, നല്ല ഓർമ്മ ഉണ്ടായിരുന്നു, ഓർമ്മശക്തി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കാര്യങ്ങൾ പറയാൻ സാധിച്ചു. അതായിരുന്നു ചിന്ത. ജീവിതം മുഴുവൻ അതിനുവേണ്ടി ഒഴിഞ്ഞുവെച്ചു എന്നത് തന്നെയാണ്. അദ്ദേഹം വളരെ കുട്ടിക്കാലത്ത് തന്നെ ഈ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്നയാളാണ്. CPIM-ന്റെ രൂപീകരണത്തിലും അതിനുശേഷം CITU എന്ന പ്രസ്ഥാനത്തിന്റെ ദേശീയ തലത്തിലും കേരളത്തിലുമുള്ള രൂപീകരണത്തിലും പങ്കുവഹിച്ചയാളാണ് സഖാവ് ആനത്തലവട്ടം ആനന്ദൻ. അങ്ങനെയുള്ള ആളുകൾ വളരെ കുറവല്ലേ. അതാണ് നേരത്തെ സമ്പത്തിനെ പോലുള്ള ആളുകൾ പറഞ്ഞത് അണ്ണൻ 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 എന്ന് പറഞ്ഞത്. അണ്ണൻ തന്നെയാണ്, എല്ലാവരുടെയും അണ്ണനാണ് അദ്ദേഹം, മുതിർന്നയാളാണ്. അപ്പോൾ അന്ന് മുതൽ തുടങ്ങിയ പ്രവർത്തനത്തിന് യാതൊരു മാറ്റവും, അത് കൂടുതൽ ശക്തിപ്പെടുകയല്ലാതെ. രോഗബാധിതനായി പോയപ്പോഴും അദ്ദേഹം വെറുതെ ഇരുന്നില്ല. നടക്കാൻ പറ്റുമെങ്കിൽ കമ്മിറ്റിക്ക് പോകും, സംസാരിക്കാൻ കഴിയുമെങ്കിൽ സംസാരിക്കും, പ്രസംഗിക്കാൻ കഴിയുമെങ്കിൽ പ്രസംഗിക്കും. അവസാനവും അത് തന്നെയാണ് അദ്ദേഹം വെച്ചു പുലർത്തിയത്. ആ രൂപത്തിലുള്ള ഒരു ഏറ്റവും ഉജ്ജ്വലനായ, ഏറ്റവും മുതിർന്ന, ഏറ്റവും എല്ലാവരും അംഗീകരിക്കുന്ന ഒരു നേതാവ്, സഖാവ്, അദ്ദേഹത്തിന്റെ വേർപാടിൽ അങ്ങേയറ്റത്തെ ദുഃഖമാണ്. ഞാനിപ്പോ മെഡിക്കൽ കോളേജിൽ പോയതിനു ശേഷം തുടർന്ന് ഉള്ള കാര്യങ്ങളെ സംബന്ധിച്ച് ആലോചിക്കാനാണ് പോകുന്നത്. അതായത് സംസ്കാരം ഉൾപ്പെടെയുള്ള നടപടികളിൽ ആലോചനകൾ നടക്കുകയാണല്ലേ? ആലോചന, അതിനുവേണ്ടിയാണ് ഞാനിപ്പോ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ പാർട്ടി ജില്ലാ സെക്രട്ടറി V. ജോയി MLA അവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹം
ഞങ്ങൾ സംസാരിച്ചു. ഞാൻ അങ്ങോട്ട് പോകുന്നു. അവിടെ വെച്ച് കുടുംബാംഗങ്ങളുമായിട്ടും കൂടെ ആലോചിച്ചിട്ട് മറ്റു കാര്യങ്ങൾ തീരുമാനിക്കും. എന്തായാലും പ്രേക്ഷകരുമായി ആ ഒരു ഇൻഫർമേഷൻ കൂടി ഈ ഘട്ടത്തിൽ പങ്കുവെക്കുകയാണ്. സംസ്കാര ചടങ്ങുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നതേയുള്ളൂ. വളരെയധികം നന്ദി ശ്രീ വിജയകുമാർ പ്രതികരിച്ചതിന്. ജില്ലാ സെക്രട്ടറിയുമായി കൂടിയാലോചന നടത്തേണ്ടതുണ്ട്. ഒപ്പം അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളുമായി കൂടിയാലോചിച്ച ശേഷമായിരിക്കും സംസ്കാരം, പൊതുദർശനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുക്കുക. ഇപ്പോൾ കെ സുനിൽകുമാർ CITU നേതാവ് ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ സുനിൽകുമാർ, കേരളത്തിലെ CITUവിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ദീർഘകാലമായി ചുക്കാൻ പിടിച്ചിരുന്ന ആൾ ആണ്. പലപ്പോഴും ഈ പല സംഘടനകളുടെയും ഒക്കെ അമരത്തേക്ക് ആ മേഖലയുമായി വലിയ ബന്ധം ഇല്ലാത്തവർ കടന്നു വരാറുണ്ട് എന്ന ആക്ഷേപം അടക്കം നിലനിൽക്കാറുണ്ട്. പക്ഷേ ആനത്തലവട്ടം ആനന്ദനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. അദ്ദേഹം കടന്നു വന്നത് തന്നെ ഈ തൊഴിലാളികൾക്ക് വേണ്ടി നടത്തിയിട്ടുള്ള പോരാട്ടങ്ങളിലൂടെ അവരുടെ മുൻനിര പോരാളി എന്ന നിലയിൽ ഒക്കെ തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഒരു നേതാവിനെ ഒരു തൊഴിലാളി സംഘടനയ്ക്ക് നഷ്ടമാകുമ്പോൾ അത് എത്രത്തോളം വലിയ വിടവാണ് സൃഷ്ടിക്കുന്നത്? ആനത്തലവട്ടം ആനന്ദൻ അന്തരിച്ചു. CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് മുൻ അംഗം ആയിരുന്നു. ഇപ്പോൾ INTUC നേതാവ് R ചന്ദ്രശേഖർ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ചന്ദ്രശേഖർ, ആശയപരമായി വ്യത്യസ്ത ധാരകളിലൂടെ സഞ്ചരിക്കുന്നവർ ആണ് എങ്കിൽ പോലും ആത്യന്തികമായി തൊഴിലാളികൾക്ക് വേണ്ടി നിലകൊള്ളുന്നവയാണ് തൊഴിലാളി സംഘടനകൾ. ആനത്തലവട്ടം ആനന്ദൻ CPIMൻ്റെ സമന്വിതനായ നേതാവാണ്. പക്ഷേ അതിൽ ഉപരിയായി അദ്ദേഹം CITUവിൻ്റെ അമരത്തുണ്ടായിരുന്നു എന്നതിലൂടെയാണ് കൂടുതൽ ജനകീയനായി മാറിയത്. എങ്ങനെ ഓർത്തെടുക്കുന്നു? തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജിൽ ആയിരുന്നു ആനത്തലവട്ടം ആനന്ദൻ്റെ അന്ത്യം. CPIMൻ്റെ സംസ്ഥാന കമ്മിറ്റിയിൽ പ്രത്യേക ക്ഷണിതാവ് ആയിരുന്നു. അർബുദ രോഗബാധിതനായിരുന്നു. അസുഖം അത്രമേൽ ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതുവരെ CPIMനു വേണ്ടി സജീവമായി നിലയുറപ്പിച്ചിരുന്നു. ഇപ്പോൾ വീണ്ടും സുനിൽകുമാർ ചേരുന്നുണ്ട്. സുനിൽകുമാർ, CITU എന്ന പ്രസ്ഥാനത്തെ സംബന്ധിച്ച് തൊഴിലാളികൾക്ക് വേണ്ടി പോരാട്ടങ്ങൾ നയിച്ച് ആ സംഘടനയുടെ അമരത്തേക്ക് എത്തിയ ആളാണ് ആനത്തലവട്ടം ആനന്ദൻ. അദ്ദേഹത്തിൻ്റെ വിയോഗം പാർട്ടിക്കും CITUവിനും എത്രത്തോളം വലിയ നഷ്ടമാണ്? ആനത്തലവട്ടം ആനന്ദൻ അശരണരായിട്ടുള്ള അസംഘടിതരായ തൊഴിലാളികളെ സംഘടിപ്പിച്ച് അവരുടെ നേതാവായി അതുവഴി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃനിരയിലേക്ക് ഉയർന്നു വന്ന നേതാവാണ്. 57 കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിന്റെ കാലത്ത് അന്ന് ഗവൺമെന്റിനെതിരായി കയർ തൊഴിലാളികളെ സംഘടിപ്പിച്ച് സമരരംഗത്തെത്തി. ഇന്ന് വരെയും ഭരിക്കുന്നത് ആരോ, ഭരിക്കുന്ന ഗവൺമെന്റിന്റെ രാഷ്ട്രീയമോ എന്നതിനപ്പുറത്ത് ഈ നാട്ടിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട തൊഴിലാളിയുടെ പ്രശ്നം തന്റെ ജീവിത പ്രശ്നം എന്ന് കണ്ട് തൊഴിലാളികളുടെ അവകാശ നിഷേധത്തിനെതിരെ യാതൊരു സന്ധിയുമില്ലാത്ത പോരാട്ടം സംഘടിപ്പിച്ച് വിശ്രമമില്ലാത്ത തൊഴിലാളി പ്രവർത്തകനായി ഇന്ത്യയിലെ ഏറ്റവും തലമുതിർന്ന തൊഴിലാളി നേതാക്കളിൽ പ്രമുഖനായ സഖാവ് ആനത്തലവട്ടം ആനന്ദൻ CITUവിന്റെ സ്ഥാപക നേതാക്കളിൽ ഒരാളാണ്. അത് മാത്രമല്ല, തൊഴിലാളി വർഗത്തിനു വേണ്ടി ജീവിതം ഒഴിഞ്ഞുവച്ച നേതാവ് എന്ന വാക്ക് സഖാവ് ആനത്തലവട്ടം ആനന്ദന് മാത്രം അവകാശപ്പെട്ടതാണ്. കേരളത്തിലെ, ഇന്ത്യയിലെ തൊഴിലാളികളുടെ ജീവിതവുമായി, അസംഘടിത മേഖലയിലെ തൊഴിലാളികളുടെ ജീവിതവുമായി ഇത്രയേറെ ചേർന്ന് നിന്നൊരു രാഷ്ട്രീയ നേതാവിനെ ഏത് ട്രേഡ് യൂണിയൻ എന്ന നിലയിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയില്ല. ഇന്ത്യയിലും കേരളത്തിലും ജീവിച്ചിരിക്കുന്ന നേതാക്കളിൽ ഏറ്റവും പ്രമുഖനാണ്. അസംഘടിത തൊഴിലാളികളെ സംഘടിപ്പിച്ച് കേരളത്തിലെയും ഇന്ത്യയിലെയും തൊഴിലാളികളുടെ ഏറ്റവും പ്രമുഖനായ നേതാക്കളിൽ ഒരാളായി വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് ഉയർന്നു വന്ന് ഇന്ന് ഇന്ത്യയിലെ തൊഴിലാളി പ്രശ്നങ്ങളെ ഏറ്റവും സമഗ്രമായി പഠിക്കാൻ, പുതിയ കാലത്തെ തൊഴിൽ മേഖലയിൽ ഉണ്ടായ മാറ്റങ്ങളെ പഠിക്കാൻ, അവയെല്ലാം പുതിയ കാലത്തെ ജീവിത സാമ്പത്തിക സാഹചര്യങ്ങളുമായി കോർത്തിണക്കി അത് തൊഴിലാളികളോട് വിശദീകരിക്കാൻ, ഈ തൊഴിലാളി വർഗത്തിന് നേരെ നടക്കുന്ന കടന്നാക്രമണങ്ങളെ നെഞ്ചുകൊടുത്ത് ആശയവ്യക്തയോടെ പ്രതിരോധിക്കുന്ന ഒക്കെയുള്ള എന്തൊക്കെ ഏത് മേഖലയിലാണോ താൻ പ്രവർത്തിക്കുന്നത് അവിടെ തന്റെ കൃത്യമായ നിലപാട് ഉയർത്തിപ്പിടിച്ച് പ്രവർത്തിക്കുന്ന ഒരു നേതൃത്വമാണ് ആനത്തലവട്ടം. ആനത്തലവട്ടത്തിന്റെ നഷ്ടം കേരളത്തിലെ, ഇന്ത്യയിലെ തൊഴിലാളി വർഗത്തെ സംബന്ധിച്ച് തീരാ നഷ്ടമാണ്. ആ വിയോഗം ഞങ്ങളുടെ പ്രസ്ഥാനത്തിന് എങ്ങനെ പരിഹരിക്കാൻ കഴിയുമെന്ന് തന്നെ ഞങ്ങൾക്കറിയില്ല. അത്രയേറെ പ്രയാസകരമായ ഒരു സാഹചര്യത്തിൽ ഞാൻ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളോടൊപ്പം ഇപ്പോൾ മെഡിക്കൽ കോളേജിലാണുള്ളത്.
അദ്ദേഹത്തിന്റെ വിയോഗത്തിൽ ഞങ്ങളുടെ അഗാധമായ ദുഃഖം സിയായിട്ടുണ്ട് സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി അറിയിക്കുക. വളരെ നന്ദി ശ്രീ കെ സുനിൽകുമാർ പ്രതികരിച്ചതിന്. ഇപ്പോൾ ആർ ചന്ദ്രശേഖർ INTUC നേതാവ് ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ചന്ദ്രശേഖർ, രാഷ്ട്രീയമായി വ്യത്യസ്തമായ ആശയധാരയാണ്, പക്ഷേ താങ്കൾ പ്രതിനിധാനം ചെയ്യുന്ന സംഘടനയും തൊഴിലാളികൾക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ തൊഴിലാളികളുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ നടത്തിയിട്ടുള്ള പോരാട്ടങ്ങൾ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന നിലയിൽ എങ്ങനെ ആനത്തലവട്ടത്തെ ഓർത്തെടുക്കും? തീർച്ചയായിട്ടും ആനത്തലവട്ടം ആനന്ദിന്റെ നിര്യാണ വാർത്ത അറിഞ്ഞു. കേരളത്തിലെ തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിന്, പാവപ്പെട്ടവർക്ക്, അസംഘടിതർക്ക്, പരമ്പരാഗത വ്യവസായ മേഖലയിലെ തൊഴിലാളികൾക്ക് ദശാബ്ദങ്ങളായി നേതൃത്വം കൊടുക്കുന്ന സമുന്നതനായ ഒരു തൊഴിലാളി നേതാവിനെ, ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകനെ, മുൻ MLA ആണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഞങ്ങൾ നല്ല ആത്മബന്ധത്തോടുകൂടി തൊഴിലാളി വർഗ പ്രസ്ഥാനങ്ങളെ ഒന്നിച്ച് നടത്തിക്കൊണ്ട് കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെയുള്ള ശക്തമായ പോരാട്ടങ്ങളിൽ ഒറ്റക്കെട്ടായി തോളോട് തോൾ ചേർന്ന് നിന്ന് കഴിഞ്ഞ ഏതാണ്ട് ഒരു 10 വർഷമായി പ്രവർത്തിച്ചു വരികയായിരുന്നു. തീർച്ചയായിട്ടും ആനത്തലവട്ടം ഞങ്ങളോട് ഊഷ്മളമായ ഒരു ബന്ധമുണ്ടായിരുന്നു. കക്ഷി രാഷ്ട്രീയ രംഗത്ത് വളരെ കലാപ സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ പോലും തൊഴിലാളി വർഗത്തിന്റെ ഉന്നതിക്ക് വേണ്ടി അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയുള്ള അതിശക്തമായ നിലപാടുകളിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാതെ നിന്നിരുന്ന ഒരു തൊഴിലാളി നേതാവായിരുന്നു ആനത്തലവട്ടം. കയർ തൊഴിലാളികളുടേത്, അതുപോലെ KSRTC അടക്കം സംഘടിത അസംഘടിത മേഖലകളിൽ, പരമ്പരാഗത വ്യവസായ മേഖലകളിലൊക്കെ ആനത്തലവട്ടത്തിന്റെ ഒരു ഇടപെടലും അദ്ദേഹത്തിൻ്റെതായ ഒരു സമീപനവും തീർച്ചയായിട്ടും വ്യത്യസ്തമായിരുന്നു, വളരെ കർക്കശമായിരുന്നു. ആ ഒരു നേതാവിനെ നഷ്ടപ്പെടുക വഴി ഇന്ത്യയിലെ, കേരളത്തിലെ തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിന് വലിയ നഷ്ടം തന്നെയാണ്. രാഷ്ട്രീയം എന്തൊക്കെയായാലും ശരി, INTUC-യും CIT-യും അടക്കമുള്ള സംഘടനകൾ ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകത അനുസരിച്ച് സർക്കാരുകളുടെ നിലപാടുകൾക്കെതിരെയുള്ള പോരാട്ടം നടത്തി വരുന്നതിന്റെ മുൻപന്തിയിൽ നേതാവായിരുന്നു ശ്രീ ആനത്തലവട്ടം. അതുകൊണ്ട് ആനത്തലവട്ടത്തിന്റെ ഈ മരണം കേരളത്തിലെന്ന് മാത്രമല്ല ഇന്ത്യയിലെ തന്നെ തൊഴിലാളി വർഗത്തിന് വലിയ തീര നഷ്ടമാണ്. അദ്ദേഹത്തിന്റെ ദേഹവിയോഗത്തിൽ ഞങ്ങളുടെ എല്ലാവരുടെയും ദുഃഖം രേഖപ്പെടുത്തുന്നു. അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്ക് ഇത് താങ്ങാനുള്ള ശക്തി പകരട്ടെ. അദ്ദേഹത്തിന്റെ ആത്മാവിന് നിത്യശാന്തി നേരുന്നു. INTUC പ്രസ്ഥാനത്തിന്റെ അനുശോചനം ഞാൻ രേഖപ്പെടുത്തുന്നു. നന്ദി. വളരെ നന്ദി ശ്രീ ചന്ദ്രശേഖരൻ. ഇപ്പോൾ MM ഹസൻ UDF കൺവീനർ ടെലിഫോൺ ലൈനിൽ ഉണ്ട്. ശ്രീ MM ഹസൻ, രാഷ്ട്രീയമായി എതിർചേരികളിൽ ആണ്. അപ്പോൾ പോലും ഈ പുതിയ തലമുറയിൽപ്പെട്ട പല രാഷ്ട്രീയ നേതാക്കളുമൊക്കെ വിമർശനങ്ങളും ആക്ഷേപങ്ങളുമൊക്കെ ഉന്നയിക്കുമ്പോൾ എതിരാളികളോടൊട്ടും സൗമ്യത പുലർത്താറില്ല. പക്ഷേ ആനത്തലവട്ടം ആനന്ദനെ പല ചർച്ചകളിൽ ഉൾപ്പെടെ രാഷ്ട്രീയമായ നിലപാടുകൾ പറയാറുണ്ട്, മറ്റ് രാഷ്ട്രീയ പാർട്ടികളെ എതിർക്കാറുണ്ട്, വിയോജിക്കാറുണ്ട്. അപ്പോഴും ആ ഒരു ബഹുമാനവും സൗമ്യതയും ഒക്കെ അദ്ദേഹത്തിൽ പ്രകടമാവുകയും ചെയ്യാറുണ്ട്. അങ്ങനെ ഒരു കമ്മ്യൂണിസ്റ്റുകാരനെയാണ് ഇപ്പോൾ നഷ്ടമാകുന്നത്. താങ്കൾക്ക് എങ്ങനെയാണ് MM ഹസൻ ഈ ആനത്തലവട്ടം ആനന്ദനെ ഓർത്തെടുക്കാൻ സാധിക്കുന്നത്? താങ്കൾ പറഞ്ഞ അഭിപ്രായത്തോട് ഞാൻ യോജിക്കുന്നു. കാരണം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമുന്നതനായ ഏറ്റവും സീനിയർ നേതാവായിട്ടുള്ള ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, അദ്ദേഹം CIT-യുടെ സംസ്ഥാന പ്രസിഡന്റാണ്, ദേശീയ വൈസ് പ്രസിഡന്റാണ്. അദ്ദേഹത്തിന്റെ നിര്യാണം കേരളത്തിലെ തൊഴിലാളി വർഗത്തിനാകെ ഒരു വലിയ നഷ്ടമാണെന്നാണ് എന്റെ അഭിപ്രായം. രാഷ്ട്രീയമായ വ്യത്യസ്ത ചേരികളിലുള്ളവരും അഭിപ്രായം വ്യത്യാസമുള്ളവരുമായി വ്യക്തിബന്ധം സൂക്ഷിക്കുകയും വിമർശനങ്ങൾ വരുമ്പോൾ വളരെ 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 സഭ്യമായി, വളരെ രാഷ്ട്രീയ മര്യാദയോടുകൂടി അതിന് മറുപടി പറയുകയും ചെയ്യുന്ന അദ്ദേഹത്തിന്റെ ചാനൽ ചർച്ചകളിലെ ആ ഇരുത്തം വന്ന ഒരു നേതാവിന്റെ സംസാരം വളരെയധികം ആകർഷകമായിട്ടുള്ള കാര്യമാണ്. വ്യക്തിപരമായി വളരെ അടുത്ത സൗഹൃദമാണ് എനിക്കുള്ളത്. ഞങ്ങൾ ഒരുമിച്ച് നിയമസഭയിൽ ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല, കഴിഞ്ഞ ഒരു 10 കൊല്ലമായി ഈ സ്വാതന്ത്ര്യ സമരത്തിൽ തൂക്കിലേറ്റപ്പെട്ട INA ഹീറോ വക്കം ഖാദറിന്റെ ഒരു സ്മാരക സമിതി ഞാനും ശ്രീ ആനന്ദനും നേതൃത്വം നൽകിയാണ് അങ്ങനെ ഒരു സ്മാരക സമിതി തലസ്ഥാനത്ത് ഉണ്ടാക്കിയത്. അതിന്റെ പ്രസിഡന്റ് ഞാനും, അദ്ദേഹം വർക്കിംഗ് പ്രസിഡന്റുമായിരുന്നു. വളരെ അടുത്ത് ഞങ്ങൾ ഇടപഴകി. അദ്ദേഹത്തിന് പല കാര്യങ്ങളിലും ഈ തൊഴിലാളികളുടെ അതുപോലെ രാഷ്ട്രീയ പ്രശ്നങ്ങളിൽ വളരെ ശക്തമായ നിലപാടും അഭിപ്രായമുള്ളതാണ്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ നിലപാടുകൾക്ക് ഒത്തുനിന്നുകൊണ്ട് തന്നെ വ്യക്തിപരമായ അദ്ദേഹത്തിന്റെ നിഗമനങ്ങളും നിലപാടുകളും കേൾക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഒരു മാതൃകാ കമ്മ്യൂണിസ്റ്റുകാരനാണ് അദ്ദേഹം എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ നിര്യാണം മാർക്സിസ്റ്റ് പാർട്ടിക്കും അതുപോലെ തന്നെ നമ്മുടെ രാഷ്ട്രീയ രംഗത്തിനും
ഒരു വലിയ നഷ്ടമാണെന്നാണ് എന്റെ വിശ്വാസം. അദ്ദേഹത്തിന്റെ ആ സ്മരണയ്ക്ക് മുമ്പിൽ ഞാൻ എന്റെ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. വളരെ നന്ദി ശ്രീ എം ഹസൻ പ്രതികരിച്ചതിന്. മുതിർന്ന CPIM നേതാവും CITU സംസ്ഥാന പ്രസിഡന്റുമായ ആനത്തലവട്ടം ആനന്ദൻ അന്തരിച്ചു. 86 വയസ്സായിരുന്നു. തിരുവനന്തപുരത്ത് ആയിരുന്നു അന്ത്യം. അർബുദബാധത്തെ തുടർന്ന് അസുഖബാധിതനായി അദ്ദേഹം ചികിത്സയിലായിരുന്നു. ഇടവേളയ്ക്ക് ശേഷം ഈ വാർത്തയിലേക്ക് വളരെ പെട്ടെന്ന് തിരികെ എത്താം. ഈ പരിപാടി മുതിർന്ന CPIM നേതാവും CITU സംസ്ഥാന അധ്യക്ഷനുമായ ആനത്തലവട്ടം ആനന്ദൻ അന്തരിച്ചു. 86 വയസ്സായിരുന്നു. അർബുദ രോഗബാധിതനായിരുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലായിരുന്നു അന്ത്യം. തൊഴിലാളികൾക്ക് വേണ്ടി EMS സർക്കാരിനെതിരെ സമരം നയിച്ച CPI ബ്രാഞ്ച് സെക്രട്ടറിയായിരുന്നു ആനത്തലവട്ടം ആനന്ദൻ. അടിമുടി ട്രേഡ് യൂണിയനിസ്റ്റ്. എന്നും കയർ തൊഴിലാളി മേഖലയിലായിരുന്നു പ്രിയ തട്ടകം. പാർലമെന്ററി രംഗത്ത് ശോഭിച്ചപ്പോഴും തൊഴിലാളി രംഗം ആനത്തലവട്ടം കൈവിട്ടില്ല. കായലും കയറും പോൽ ഇഴുകിച്ചേർന്ന ബന്ധമായിരുന്നു തൊഴിലാളികളുമായി ആനത്തലവട്ടം ആനന്ദന്. വെള്ളത്താൽ ചുറ്റപ്പെട്ട ചിറയൻകീഴിലെ ആനത്തലവട്ടത്ത് ജനനം. കയറായിരുന്നു അന്നാട്ടുകാരുടെ ഏക ഉപജീവന മാർഗം. കയറും കയർ തൊഴിലാളികളുമായുള്ള അടുപ്പവും നന്നേ ചെറുപ്പത്തിൽ തുടങ്ങി. ദിവസക്കൂലി 8 അണയായിരുന്നു കയർ തൊഴിലാളികൾക്ക്. ട്രാവൻകൂർ തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ സമരം തുടങ്ങി. സ്കൂളിൽ പോകും വഴിയും തിരിച്ചു വരുമ്പോഴും സമരപ്പന്തലിലെത്തി മുദ്രാവാക്യം മുഴക്കി ആനന്ദൻ അവരിൽ ഒരാളായി. പിന്നെ അവരുടെ ആശയും ആവേശവുമായി. SF-ലൂടെ വിദ്യാർത്ഥി രംഗത്തും സാന്നിധ്യം അറിയിച്ചു. വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾക്കു വേണ്ടി സർവപ്രതാപിയായ പ്രധാന അധ്യാപകരു നേരെ ശബ്ദമുയർത്തി. അധ്യാപകരുടെയും നാട്ടിലെ പ്രമാണിമാരുടെയും കണ്ണിലെ കരടായി. SSLC പാസ്സായെങ്കിലും സർട്ടിഫിക്കറ്റ് മാസങ്ങളോളം വൈകിച്ചായിരുന്നു ഹെഡ് മാസ്റ്ററുടെ പകപോക്കൽ. ഇതിനിടയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗമായി. 54-ലെ പട്ടം താണുള്ള സർക്കാർ കയർ തൊഴിലാളികളുടെ ദിവസക്കൂലി 1 രൂപയാക്കി. മുതലാളിമാർ അത് നൽകാൻ തയ്യാറായില്ല. EMS സർക്കാർ വന്നിട്ടും മാറ്റമുണ്ടായില്ല. സ്ത്രീ തൊഴിലാളികളെയും കൂട്ടി ട്രെയിനിൽ ആനന്ദൻ തമ്പാനൂരിലേക്ക്. CPI സംസ്ഥാന കൗൺസിൽ ഓഫീസിലെത്തി. എന്തിനു വന്നെന്ന സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി S കുമാരന്റെ ചോദ്യം. മിനിമം കൂലിക്കായി സമരം ചെയ്യാനെന്ന പാർട്ടി ബ്രാഞ്ച് സെക്രട്ടറിയുടെ മറുപടി. EMS സർക്കാരിനെതിരെ സമരം ചെയ്താൽ പാർട്ടിയിൽ കാണില്ലെന്ന് താക്കീത്. തൊഴിലാളികളെയും കൂട്ടി സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്ത ശേഷമേ ആനന്ദൻ ചിറയൻകീഴിലേക്ക് മടങ്ങിയുള്ളൂ. നേതൃത്വം ക്ഷോഭിച്ചു. സമരം ചെയ്ത പാർട്ടിക്കാർക്കെതിരെ നടപടി വേണമെന്ന് മുറവിളി. ഭരണവും സമരവും ഒന്നിച്ചു കൊണ്ടുപോകണമെന്ന വിഖ്യാത നിലപാടിലൂടെ EMS പ്രശ്നം പരിഹരിച്ചു. അങ്ങനെ ആനന്ദൻ പാർട്ടിയിൽ തുടർന്നു. CH കണാരൻ പറഞ്ഞ പ്രകാരം പ്രവർത്തന കേന്ദ്രം ആറ്റിങ്ങലിലേക്ക് മാറ്റി. മോട്ടോർ തൊഴിലാളികളെ സംഘടിപ്പിച്ചു. പാർട്ടിയിൽ ഫുൾ ടൈമറായി. തിരുവനന്തപുരം വാഴമുട്ടത്ത് അമ്മു എന്ന കയർ തൊഴിലാളിയെ കൊലപ്പെടുത്തിയ പോലീസിനെതിരെ നടന്ന ഐതിഹാസിക സമരം. AKGയുടെ അനുഗ്രാശിസുകളോടെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നടന്ന പട്ടിണി മാർച്ച്. എണ്ണമറ്റ സമര പോരാട്ടങ്ങൾ. തലയെടുപ്പുള്ള തൊഴിലാളി നേതാവായി വളരുകയായിരുന്നു ആനത്തലവട്ടത്തെ ആനന്ദൻ. അടിയന്തരാവസ്ഥക്കാലത്ത് 1.5 വർഷം ഒളിവ് ജീവിതം, 2 മാസം ജയിലിൽ. ഏതാണ്ട് എല്ലാ തൊഴിലാളി യൂണിയനുകളുടെയും തലപ്പത്തെത്തി ആനത്തലവട്ടം. കയർ തൊഴിലാളികൾക്ക് വേണ്ടി EMS സർക്കാരിനെതിരെ ഉയർത്തിയ മുഷ്ടി KSRTC തൊഴിലാളികൾക്ക് വേണ്ടി പിണറായി സർക്കാരിനെതിരെയും ആനന്ദൻ താഴ്ത്തിയില്ല. അതുതന്നെയാണ് ആനത്തലവട്ടം ആനന്ദൻ എന്ന ട്രേഡ് യൂണിയൻ നേതാവിനെ അമരനാക്കുന്നത്. VV അരുൺ, ന്യൂസ് 18, തിരുവനന്തപുരം. വാർത്തയുടെ വിശദാംശങ്ങളുമായി VV അരുൺ ചേരുന്നുണ്ട്. അരുൺ, അല്പസമയം മുമ്പ് ശ്രീ M വിജയകുമാർ ഉൾപ്പെടെയുള്ളവർ പ്രതികരിച്ചത് ഈ മൃതദേഹം പൊതുദർശനത്തിന് വെക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലൊക്കെ തീരുമാനം ആകേണ്ടതുണ്ട് എന്ന് തന്നെയാണ്. കുടുംബവുമായി അടക്കം ആലോചിക്കേണ്ടതുണ്ട് എന്നാണ്. നേതാക്കൾ എല്ലാവരും ഇപ്പോൾ തിരുവനന്തപുരത്ത് തന്നെയുണ്ടോ? മറ്റ് നടപടിക്രമങ്ങൾ സംബന്ധിച്ച വിവരങ്ങൾ കൂടി. CPMന്റെ തിരുവനന്തപുരത്തെ പ്രധാന നേതാക്കളെല്ലാം ഇപ്പോൾ മെഡിക്കൽ കോളേജ് സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയിലുണ്ട്. അവിടെ ആനത്തലവട്ടം ആനന്ദൻ്റെ ഭൗതിക ശരീരം പുറത്തേക്ക് കൊണ്ടുവരാനുള്ള അവസാനവട്ട തയ്യാറെടുപ്പുകളിലാണ് അവർ. കഴിഞ്ഞ കുറേ നാളുകളായി അദ്ദേഹം ചികിത്സയിലായിരുന്നു. 2 ആഴ്ച മുമ്പാണ് ഗുരുതര രോഗത്തെ തുടർന്ന് സെപ്റ്റംബർ 21-ാം തീയതിയാണ് ഗുരുതരമായി അസുഖം മൂർച്ഛിച്ചിരുന്ന അദ്ദേഹത്തെ മെഡിക്കൽ കോളേജ് ആശുപത്രി സൂപ്പർ സ്പെഷ്യാലിറ്റിയിലേക്ക് മാറ്റുന്നത്. പാലിയേറ്റീവ് ചികിത്സ മാത്രമായിരുന്നു അദ്ദേഹത്തിന് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നൽകാൻ കഴിഞ്ഞത്. ഏതായാലും ഈ ആരോഗ്യം ഏറ്റവും മോശമാകുന്ന അവസ്ഥ വരെയും അദ്ദേഹം
ട്രേഡ് യൂണിയൻ രംഗത്ത് സജീവമായി തന്നെ പ്രവർത്തിച്ചു. നമുക്കറിയാം കഴിഞ്ഞ CPM-ന്റെ എറണാകുളം സമ്മേളനത്തിൽ പാർട്ടി പതാക സമ്മേളനത്തിൽ ഉയർത്തിയത് ആനത്തലവട്ടം ആനന്ദനായിരുന്നു. അതായത് പാർട്ടിയിലെ ഏറ്റവും മുതിർന്ന നേതാവെന്നില്ല അദ്ദേഹത്തിനാണ് ആ അവസരം ബഹുമതി CPM നൽകിയത്. പ്രായപരിധി കടന്നും അദ്ദേഹത്തെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി നിലനിർത്തി തന്നെ അദ്ദേഹത്തിൻ്റെ പ്രാധാന്യം എത്രത്തോളമാണ് CPM കൽപ്പിച്ചു പോകുന്നത്. കാരണം തിരുവനന്തപുരം ജില്ലയിൽ മറ്റു പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ഉണ്ടെങ്കിലും സംഘടനാ രംഗത്ത് സംഘടനാ കാര്യങ്ങൾ കൃത്യമായി ചെയ്തു പോകുന്ന ഒരു നേതാവ്, എല്ലാവരും ബഹുമാനിക്കപ്പെടുന്ന നേതാവ്, ദുർഘടമായ വിഷയങ്ങളിൽ പോലും കൃത്യമായി ആനത്തലവട്ടം അതിന് പരിഹാരമുണ്ടാക്കും. അത് ട്രേഡ് യൂണിയൻ രംഗത്തായാലും സംഘടനാ രംഗത്തായാലും അതുതന്നെയായിരുന്നു. ആ രീതിയിൽ ഏവരാരും ബഹുമാനിക്കപ്പെട്ടിരുന്ന ഒരു നേതാവായിരുന്നു ആനത്തലവട്ടം ആനന്ദൻ. അദ്ദേഹത്തിന് ഈ പോരാട്ട വീര്യം കിട്ടിയത് വളരെ നന്നേ ചെറുപ്പത്തിൽ തന്നെ പറയേണ്ടി വരും. ഞാൻ സൂചിപ്പിച്ച പോലെ സ്കൂൾ പഠനകാലത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ കമ്മ്യൂണിസ്റ്റ് ബോധം, ഒരുപക്ഷെ അന്ന് അദ്ദേഹം ഈ കയർ തൊഴിലാളികൾക്ക് വേണ്ടി, അന്ന് പാർട്ടി എന്ന ഒരു CPI എന്നൊരു സംഘടന ലേബലൊന്നുമായിരുന്നു. അതിനുമുമ്പ് തന്നെ വളരെ ചെറുപ്പത്തിൽ തന്നെ കയർ തൊഴിലാളികൾക്ക് വേണ്ടി സമരരംഗത്തിറങ്ങിയ നേതാവാണ്. KSF-ലൂടെ വിദ്യാർത്ഥി രംഗത്ത് സ്കൂൾ പഠനകാലത്ത് തന്നെ വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി സമരരംഗത്തിറങ്ങിയ നേതാവ്. പിന്നീട് EMS സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ EMS സർക്കാരിനെതിരെ സമരം ചെയ്യാൻ ചങ്കൂറ്റം കാണിച്ച CPI-യുടെ ബ്രാഞ്ച് സെക്രട്ടറി എന്ന നിലയിലും ആനത്തലവട്ടം ആനന്ദൻ എക്കാലവും ഓർക്കപ്പെടും. 56-ലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗമായത്. 64-ൽ പാർട്ടി പുണരുമ്പോൾ CPM-നൊപ്പം ഉറച്ചു നിന്നു ആനത്തലവട്ടം ആനന്ദൻ. 85-ൽ CPM സംസ്ഥാന സമിതിയിലേക്ക് എത്തി. ആറ്റിങ്ങൽ മണ്ഡലത്തിൽ നിന്ന് 3 വട്ടം MLA ആയി. പഞ്ചായത്ത് അരുൺ, ഞാൻ തിരികെ എത്താം. ഇപ്പോൾ മന്ത്രി ശ്രീ VN വാസവൻ ചേരുന്നുണ്ട്. ശ്രീ VN വാസവൻ, ഒരു പക്ഷേ ആനത്തലവട്ടം ആനന്ദൻ എന്ന കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ജീവിതം അത് പറഞ്ഞാൽ തീരാത്തത്ര വിപുലമാണ്. പ്രത്യേകിച്ച് തൊഴിലാളികൾക്ക് വേണ്ടി കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെതിരെ പോലും പ്രതിഷേധം ഉയർത്താൻ ഒരു മടിയും കാണിക്കാത്ത നേതാവ്. അവിടെയായിരുന്നു സമരവും ഭരണവും എന്ന തന്ത്രപരമായ നിലപാട് അന്ന് EMS സ്വീകരിച്ചത്. അതിനുശേഷം പല സർക്കാരുകൾ മാറി വന്നു എങ്കിൽ പോലും തൊഴിലാളികൾക്ക് വേണ്ടി ഉറച്ച നിലപാട് അദ്ദേഹം സ്വീകരിച്ചിരുന്നു. ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന നിലയിൽ, ഒരു തൊഴിലാളി നേതാവ് എന്ന നിലയിൽ എങ്ങനെ ഓർത്തെടുക്കുന്നു ആനത്തലവട്ടത്തെ? ആനത്തലവട്ടാനന്ദന്റെ പൊതുജീവിതം തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിന്റെ എല്ലാ വളർച്ചയ്ക്കും വേണ്ടിയുള്ള ഒരു സമര സാന്നിധ്യമായി എപ്പോഴും നിലകൊണ്ട ഒരു സമർപ്പിത ജീവിതമായി അദ്ദേഹം മാറി. തൊഴിലാളി പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ നന്നേ ചെറുപ്പത്തിൽ കടന്നു വന്ന അദ്ദേഹം കയർ തൊഴിലാളികളെയും കശുവണ്ടി തൊഴിലാളികളെയും ചുമട്ടുതൊഴിലാളികളെയും ഒക്കെ സംഘടിപ്പിച്ച് അതിന്റെ നേതൃത്വ നിലയിൽ വന്നു. സംസ്ഥാന തലത്തിൽ തന്നെ വിവിധ തൊഴിലാളി സംഘടനകളുടെ നേതാവായി. എല്ലായ്പ്പോഴും വർഗബോധം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അധ്വാനിക്കുന്ന വർഗത്തിന്റെ വികാരങ്ങൾക്ക് വേണ്ടി അദ്ദേഹം വിശ്രമമില്ലാതെ പോരാടി. എല്ലായ്പ്പോഴും പ്രശ്നങ്ങളിൽ അദ്ദേഹം അചഞ്ചലമായ നിലപാടുകൾ സ്വീകരിക്കുമായിരുന്നു. അദ്ദേഹത്തിന് ബോധ്യപ്പെടുന്ന കാര്യങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയില്ലാതെ അദ്ദേഹത്തിന്റെ വാദമുറങ്ങൾ നിരത്തുമായിരുന്നു. അത് ചാനൽ ചർച്ചകളിലൊക്കെ വന്നാൽ നിങ്ങൾക്കറിയാം, എല്ലായ്പ്പോഴും എതിരാളികളെ അരിഞ്ഞു വീഴുന്ന രൂപത്തിലുള്ള അദ്ദേഹത്തിന്റെ സൃഷ്ടിപരമായ വിമർശനങ്ങളും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ചർച്ചകളുടെ ഉള്ളടക്കങ്ങൾ ഫാക്ട് ആൻഡ് ഫിയർ ആയിരുന്നു എല്ലായ്പ്പോഴും. അതേപോലെ അദ്ദേഹം പൊതുജനാധിപത്യ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട ആറ്റിങ്ങൽ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിലും 3 പ്രാവശ്യം ആറ്റിങ്ങലെ നിയമസഭാ സാമാജികൻ എന്ന നിലയിലും അദ്ദേഹത്തിന്റെ പ്രവർത്തനം വളരെ നല്ല നിലയിൽ സംഘടിപ്പിച്ചിരുന്നു. അദ്ദേഹത്തോടൊപ്പം സഭയിൽ അംഗമായി പ്രവർത്തിക്കാൻ എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. എല്ലായ്പ്പോഴും പ്രശ്നങ്ങളിൽ സംയോജിതമായി സമർപ്പോചിതമായി ജനകീയ പ്രശ്നങ്ങൾ സഭയിൽ അവതരിപ്പിക്കുന്ന കാര്യത്തിൽ അദ്ദേഹം ഒരു അഭിഭാഷകനെ പോലെ വാദിക്കുന്ന രംഗം കാണാമേ. ഇങ്ങനെ നിങ്ങൾക്കെല്ലാം അറിയാവുന്ന പോലെ 6 പതിറ്റാണ്ടുകാലത്തോളം പൊതുജീവിതത്തിൽ നിറഞ്ഞു നിന്ന ആനത്തലവട്ടം ആനന്ദൻ ഈ തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിന്റെ ഒരാൾ രൂപം എന്ന രൂപത്തിൽ അദ്ദേഹം മാറിയിരുന്നു. അദ്ദേഹം തികഞ്ഞ സത്യസന്ധനും അതോടൊപ്പം തന്നെ ആത്മാർത്ഥമായി എപ്പോഴും പാർട്ടി ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് പ്രവർത്തനങ്ങൾ നയിക്കുകയും അതുപോലെ തന്നെ ലളിതമായ ജീവിതശൈലിയും മാതൃകാ കമ്മ്യൂണിസ്റ്റ് ആയിട്ടാണ് അദ്ദേഹം യഥാർത്ഥത്തിൽ പ്രവർത്തിച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ ആ സമർപ്പിത ജീവിതം, അധ്വാനിക്കുന്ന വർഗം, എണ്ണിയാലൊടുങ്ങാത്ത സമരങ്ങളിൽ തങ്ങളുടെ സമരനായകനായി നിലകൊണ്ട ആനത്തലവട്ടം ആനന്ദനെ കാലവും ചരിത്രമുള്ള ഒരു കാലം അധ്വാനിക്കുന്ന വർഗത്തിന്റെ പൊതുജനങ്ങളുടെ മനസ്സുകളിൽ ഉണ്ടാവും. അദ്ദേഹത്തിന്റെ വേർപാടിൽ ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തുന്നു. ഈ രംഗത്തിൽ അധ്വാനിക്കുന്ന വർഗത്തിന്റെ എല്ലാ വിമോചന പോരാട്ടങ്ങളിൽ അദ്ദേഹത്തിന്റെ ഇരമ്പുന്ന സ്മരണകൾ ഉയർത്തിപ്പിടിച്ച് ഞങ്ങൾ മുന്നോട്ട് പോകും. വളരെ നന്ദി ശ്രീ VN വാസവൻ പ്രതികരിച്ചതിന്. അരുണിലേക്ക് വീണ്ടും. അരുൺ, തൊഴിലാളി വർഗത്തിന് വേണ്ടി നടത്തിയിട്ടുള്ള പോരാട്ടങ്ങൾ, അതോടൊപ്പം തന്നെ പാർലമെന്ററി ജനാധിപത്യത്തിലും അദ്ദേഹത്തിന് വിജയക്കൊടി പാറിക്കാൻ സാധിച്ചിട്ടുണ്ട്. 3 തവണ നിയമസഭയിലേക്ക് ആറ്റിങ്ങലിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട പശ്ചാത്തലമുണ്ട്. പക്ഷേ
ആ നിലയിലുള്ള രാഷ്ട്രീയത്തെക്കാൾ തൊഴിലാളികൾക്ക് വേണ്ടി തന്നെ നിലയുറപ്പിക്കാൻ ആയിരുന്നു അദ്ദേഹം ആഗ്രഹിച്ചിരുന്നത്. അവിടെ ശ്രീ വി എൻ വാസവനെ പോലെ സൂചിപ്പിച്ചതുപോലെ മാതൃകാ കമ്മ്യൂണിസ്റ്റ് എന്ന് തന്നെ അദ്ദേഹത്തെ വിശേഷിപ്പിക്കാം. ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം വലിയ വിമർശനങ്ങൾക്ക് പാത്രമായിട്ടില്ല, വിവാദങ്ങൾക്ക് പാത്രമായിട്ടില്ല. രാഷ്ട്രീയ എതിരാളികൾ പോലും അംഗീകരിക്കുന്ന വ്യക്തിത്വം. ആ നിലയിൽ കൂടി ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന നിലയിൽ എങ്ങനെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് ആനത്തലവട്ടം? അഭിലാഷ്, ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പൊതുദർശനവുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങൾ CPM നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നു. ഇന്ന് ചിറയൻകീഴിലെ വീട്ടിലേക്കാണ് ഭൗതിക ശരീരം കൊണ്ടുപോവുക. 1 മണിക്കൂറിനകം ചിറയൻകീഴിലേക്ക് കൊണ്ടുപോകും. നാളെ രാവിലെ 10 മണിക്ക് AKG സെൻറ്ററിൽ പാർട്ടി ആസ്ഥാനത്ത് പൊതുദർശനമുണ്ടാകും. 2 മണിക്ക് CATU സംസ്ഥാന കമ്മിറ്റി ഓഫീസിലും തമ്പാനൂര് CATU സംസ്ഥാന കമ്മിറ്റി ഓഫീസിലും പൊതുദർശനം. വൈകിട്ട് 4 മണിക്ക് ശാന്തി കവാടത്തിലാകും ആനത്തലവട്ടം ആനന്ദിൻ്റെ സംസ്കാര ചടങ്ങുകൾ. ഇപ്പോൾ ശ്രീ കാനൻ രാജേന്ദ്രൻ കൂടി ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ കാനൻ രാജേന്ദ്രൻ, CPI-യിലൂടെ തുടങ്ങുന്നു, പിന്നീട് വിഭജനത്തിനെ തുടർന്ന് അദ്ദേഹം CPIM-നൊപ്പം നിലപാട് സ്വീകരിക്കുന്നു. അങ്ങനെ CPIM-ൻ്റെ തന്നെ സംസ്ഥാനത്തെ മുഖമായി മാറുന്നു. ചെറുപ്പം മുതൽ മുറുകെ പിടിച്ച കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ മരണം വരെ അദ്ദേഹം കൊണ്ടു നടക്കുന്നു. എങ്ങനെയാണ് ഓർത്തെടുക്കാൻ സാധിക്കുന്നത്? പരിണിതത്വത്തിലായ ഒരു തൊഴിലാളി നേതാവായിരുന്നു ആനത്തലവട്ടം. കേരളത്തിലെ പരമ്പരാഗത വ്യവസായങ്ങളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് ആഴത്തിൽ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട് അദ്ദേഹം. എന്ന് വെച്ച് സംഘടിത മേഖലയിലെ പ്രശ്നങ്ങൾ അറിഞ്ഞുകൂടാ എന്നല്ല. ഏറ്റവും കൂടുതൽ അദ്ദേഹം ശ്രദ്ധിച്ചിരുന്നത് ഈ പരമ്പരാഗത മേഖലയിലെ തൊഴിലാളികളുടെ പ്രശ്നങ്ങളാണ്. CATU-ന്റെ സംസ്ഥാന പ്രസിഡന്റ് എന്നുള്ള നിലയിൽ എല്ലാ വിഭാഗം തൊഴിലാളികളെയും ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ അദ്ദേഹം സുപ്രധാനമായ പങ്ക് വഹിച്ചിട്ടുണ്ട്. ചെറുപ്പം മുതൽ ട്രേഡ് യൂണിയൻ രംഗത്ത് ശക്തമായി പ്രവർത്തിക്കുകയും തന്റെ നേതൃത്വം അംഗീകരിപ്പിക്കുകയും ചെയ്ത ആനന്ദന്റെ വേർപാട് കേരളത്തിലെ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങൾക്ക് ഒരു കനത്ത നഷ്ടമാണ്. അദ്ദേഹത്തിന്റെ വേർപാടിൽ ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്താനും ദുഃഖിതരായ കുടുംബാംഗങ്ങളോടൊപ്പം പങ്കുചേരാനും ഈ അവസരം ഞാൻ ഉപയോഗിക്കട്ടെ. വളരെ നന്ദി ശ്രീ കാനം രാജേന്ദ്രൻ. അദ്ദേഹം വളരെ തിരക്കിൽ ആണ്, മറ്റൊരു ചടങ്ങിനിടയിലാണ് ഇപ്പോൾ ഞങ്ങളോട് പ്രതികരിച്ചത്. രാഷ്ട്രീയ എതിരാളികൾക്കും ഒപ്പം സമാന ചിന്താഗതിയിൽ പ്രവർത്തിക്കുന്ന മറ്റ് സംഘടനകൾക്കും എല്ലാം തന്നെ അത്രമേൽ സ്വീകാര്യനായ നേതാവ് കൂടിയായിരുന്നു ആനത്തലവട്ടം ആനന്ദൻ. അദ്ദേഹം നിയമസഭയിലേക്ക് 3 തവണ തെരഞ്ഞെടുക്കപ്പെട്ടു. 86 വയസ്സായിരുന്നു. അർബുദ രോഗം അത്രമേൽ കീഴ്പ്പെടുത്തിയ സാഹചര്യത്തിൽ മാത്രമായിരുന്നു മുഖ്യധാരാ രാഷ്ട്രീയത്തിൽ നിന്ന് അല്പകാലം മാത്രം മാറി നിന്നത്. അതുവരെ സജീവമായി പാർട്ടിയുടെ മുന്നിൽ തന്നെയുണ്ടായിരുന്നു. ചാനൽ ചർച്ചകളിലെ മുഖമായി അദ്ദേഹം ഒരു കാലഘട്ടത്തിൽ മാറിയിരുന്നു. സംസ്കാരം ഉൾപ്പെടെയുള്ള ചടങ്ങുകളിൽ തീരുമാനമെടുക്കേണ്ടതുണ്ട്. പാർട്ടി ജില്ലാ ഘടകവുമായി ആലോചിച്ച്, കുടുംബവുമായി ആലോചിച്ചായിരിക്കും അത്തരം വിഷയങ്ങളിൽ തീരുമാനമെടുക്കുക. ആ വിവരങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം. കാണൂ മുതിർന്ന CPIM നേതാവ് ആനത്തലവട്ടം ആനന്ദൻ അന്തരിച്ചു. അല്പസമയം മുമ്പ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ആയിരുന്നു അന്ത്യം. 86 വയസ്സായിരുന്നു. അർബുദബാധയെ തുടർന്ന് ചികിത്സയിലായിരുന്നു. അവസാന കാലഘട്ടം വരെ രാഷ്ട്രീയത്തിൽ സജീവമായിരുന്നു അദ്ദേഹം. 1956 ആണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭാഗമാകുന്നത്. 1964 പാർട്ടി പിളർന്നപ്പോൾ CPIM-നോട് ഒപ്പം ചേരുകയും ചെയ്തിരുന്നു. 1985 CPIM-ന്റെ സംസ്ഥാന കമ്മിറ്റി അംഗമായി. അതോടൊപ്പം തന്നെ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ നിന്ന് 3 തവണ അദ്ദേഹം MLA ആയി തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. മറ്റ് പ്രധാനപ്പെട്ട പദവികളിൽ ഉൾപ്പെടെ അദ്ദേഹം സേവനം അനുഷ്ഠിച്ചു. 2008 സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായി. CATU-ന്റെ ദേശീയ വൈസ് പ്രസിഡന്റായും അപ്പെക്സ് ബോഡി ഫോർ കയർ വൈസ് ചെയർമാനും ആണ്. വാർത്തയുടെ വിശദാംശങ്ങളുമായി വീണ്ടും അരുൺ ആണ് ചേരുന്നത്. അരുൺ, ഈ മൃതദേഹം, അദ്ദേഹം രോഗബാധിതനായിരുന്നു, ചികിത്സയിലായിരുന്നു. ഇപ്പോൾ എല്ലാവരും തന്നെ പ്രധാനപ്പെട്ട മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ആശുപത്രിയിലുണ്ട് എന്ന് തന്നെയാണ് അറിയുന്നത്. അവിടെ നിന്ന് മൃതദേഹം എവിടേക്കാണ് ആദ്യം കൊണ്ടുപോവുക? അത്തരം കാര്യങ്ങളിൽ ഉടൻ തീരുമാനമുണ്ടാകുമോ? അല്പസമയത്ത് 1 മണിക്കൂറിനകം അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ചിറയൻകീഴിലെ വീട്ടിലേക്ക് കൊണ്ടുപോകുമെന്നാണ് CPM നേതൃത്വം അറിയിക്കുന്നത്. നാളെ രാവിലെ 10 മണിക്ക് പാർട്ടി
സംസ്ഥാന കമ്മിറ്റി ആസ്ഥാനമായ AKG സെൻറ്ററിലേക്ക് കൊണ്ടുവരും. 2 മണിവരെ അവിടെ പൊതുദർശനമുണ്ടാകും. 2 മണിക്ക് അദ്ദേഹത്തിൻ്റെ ദീർഘനാൾ പ്രവർത്തന കേന്ദ്രമായ CITU ആസ്ഥാനത്തേക്ക് CITU സംസ്ഥാന കമ്മിറ്റി ഓഫീസിലേക്ക് തമ്പാനൂരിലെ ഓഫീസിലേക്ക് കൊണ്ടുപോകും. 4 മണിവരെ അവിടെ പൊതുദർശനം. 4 മണിക്ക് ശേഷം തൈക്കാട് ശാന്തി കവാടത്തിലാകും ആനത്തലവട്ടം ആനന്ദൻ്റെ സംസ്കാര ചടങ്ങുകൾ നടക്കുക. നമുക്കറിയാം, തിരുവനന്തപുരത്ത് ഏറ്റവും പ്രധാനപ്പെട്ട CPM നേതാവ്, CPMൻ്റെ ഏറ്റവും തലമുതിർന്ന നേതാക്കളിൽ ഒരാൾ, എറണാകുളം സമ്മേളനത്തിൽ പോലും പാർട്ടി പതാക സമ്മേളനങ്ങളിൽ ഉയർത്താൻ CPM നിയോഗിച്ചത് ആനത്തലവട്ടം ആനന്ദനെയാണ്. നേരത്തെ സൂചിപ്പിച്ച പോലെ പ്രായപരിധി മറികടന്നും അദ്ദേഹത്തെ സംസ്ഥാന സെക്രട്ടറി തുടരാൻ CPM അനുവദിച്ചു. ഇപ്പോഴും CPM സംസ്ഥാന സമിതിയിലെ ക്ഷണിതാവാണ്. നമുക്കറിയാം, ട്രേഡ് യൂണിയൻ രംഗത്ത് നിന്ന് ഒരുപക്ഷെ പഴയ തലമുറയ്ക്കൊക്കെ അദ്ദേഹത്തെ അറിയുക ട്രേഡ് യൂണിയൻ നേതാവ് എന്ന നിലയിൽ തന്നെയാകും. പിന്നീട് ദൃശ്യമാധ്യമങ്ങൾ സജീവമായതോടുകൂടി പാർട്ടി തീരുമാനങ്ങൾ, പാർട്ടിയെ പ്രതിരോധിക്കാൻ ചാനൽ ചർച്ചകളിൽ, ചാനൽ മുറികളിൽ ഏറ്റവും സജീവമായി നിന്ന് അതും വളരെ കൃത്യവും വ്യക്തവുമായ മറുപടികളുമായും എതിരാളികളെ കടന്നാക്രമിച്ചുകൊണ്ടുള്ള ചോദ്യങ്ങളുമായുമൊക്കെ പാർട്ടിയെ പ്രതിരോധിക്കാൻ, അത് ഈ സ്വർണ്ണക്കടത്ത് ആരോപണത്തിലടക്കം, കഴിഞ്ഞ സർക്കാരിൻ്റെ അവസാന കാലത്തൊക്കെ സ്വർണ്ണക്കടത്ത് ആരോപണത്തിലടക്കം എന്താണോ പാർട്ടി നിലപാട് അത് ഉയർത്തിപ്പിടിക്കാൻ, അത് കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കാൻ മുന്നിൽ നിന്ന നേതാവ് കൂടിയായിരുന്നു ആനത്തലവട്ടം ആനന്ദൻ. സംഘടനാപരത്തും രംഗത്തും ആ രീതിയിൽ CPM അദ്ദേഹത്തെ ശക്തമായി. അരുണിലേക്ക് വരെ ഇപ്പോൾ K. മുരളീധരൻ MP കോൺഗ്രസ് നേതാവ് ടെലിഫോൺ ലൈനിൽ ഉണ്ട്. ശ്രീ K. മുരളീധരൻ, രാഷ്ട്രീയമായി ആശയവ്യത്യാസങ്ങൾ ഉണ്ട്, അപ്പോൾ പോലും രാഷ്ട്രീയ എതിരാളികളോടും അദ്ദേഹം വ്യക്തിപരമായി സൗമ്യനായിരുന്നു. നിലപാടുകളിൽ ഉറച്ചു നിൽക്കുകയും ആ നിലപാടുകൾക്ക് വേണ്ടി വാദിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള നേതാവാണ്. ഒപ്പം ഒരു മാതൃകാ കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന് തന്നെ പറയാവുന്ന വ്യക്തിത്വവും ആയിരുന്നു. എങ്ങനെയാണ് താങ്കൾ ഓർത്തെടുക്കുന്നത്? തീർച്ചയായിട്ടും അദ്ദേഹം ഒരു മികച്ച ഒരു ട്രേഡ് യൂണിയൻ നേതാവായിട്ടാണ് അദ്ദേഹത്തിനെ കൂടുതൽ ഞങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളത്. കാരണം കയർ തൊഴിലാളികളെ സംഘടിപ്പിക്കുന്ന കാര്യത്തിൽ അദ്ദേഹം മുൻപന്തിയിൽ തന്നെയായിരുന്നു. ഞാൻ ഇപ്പോഴും ഓർക്കുന്നത്, ഭരിക്കുന്നത് ഏത് ഗവൺമെന്റ് ആണെങ്കിലും കയർ തൊഴിലാളികളുടെ കാര്യം വരുമ്പോൾ അദ്ദേഹം ശക്തമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുകയും സെക്രട്ടറിയുടെ മുമ്പിൽ തന്നെ ഒരുപാട് സമരങ്ങൾക്ക് അദ്ദേഹം നേതൃത്വം നൽകുകയും ചെയ്തു. അതോടൊപ്പം തന്നെ ഈ അടുത്ത കാലം വരെ അദ്ദേഹം ചാനൽ ചർച്ചകളിലും തന്റെ പാർട്ടിയുടെ നയങ്ങൾ ദൃഢമായി പറയുന്ന കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും അദ്ദേഹം തയ്യാറായിരുന്നില്ല. അതുപോലെ തന്നെയാണ് അദ്ദേഹം മികച്ചൊരു നിയമസഭാ സാമാജികനായിരുന്നു. കെയർഫെഡിന്റെ ചെയർമാനായിരുന്നു. ഞാൻ തിരുവനന്തപുരത്തുള്ള സന്ദർഭത്തിലൊക്കെ ഒരുപാട് ഫംഗ്ഷനിൽ ഞങ്ങൾ ഒരുമിച്ച് പങ്കെടുത്ത രംഗങ്ങൾ ഞാൻ ഓർക്കുക. അപ്പോൾ തികച്ചും രാഷ്ട്രീയമായിട്ടുള്ള എതിരഭിപ്രായമുള്ളവരോട് പോലും വ്യക്തിബന്ധം പുലർത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അതേ സമയത്ത് പാർട്ടി നിലപാടുകളിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുകയും പാർട്ടിയുടെ നിലപാടുകൾ പൊതുസമൂഹത്തിൽ അവതരിപ്പിക്കുന്ന കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം അദ്ദേഹം സ്വീകരിക്കുകയും ചെയ്തു. ഇങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ നിര്യാണം തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ പ്രസ്ഥാനത്തിന് മാത്രമല്ല പൊതുസമൂഹത്തിന് തന്നെ ഒരു നഷ്ടമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അദ്ദേഹത്തിന്റെ പ്രസ്ഥാനത്തിനുണ്ടായ ഈ പ്രയാസത്തിലും ദുഃഖത്തിലും പങ്കുചേരുന്നു. അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നു. അദ്ദേഹത്തിന്റെ ആത്മാവിന്റെ നിത്യശാന്തിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. വളരെ നന്ദി ശ്രീ K. മുരളീധരൻ. രാഷ്ട്രീയ എതിരാളികൾ പോലും ഒരേ സ്വരത്തിൽ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. തൊഴിലാളി പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടി തൊഴിലാളികൾക്ക് വേണ്ടി നിലകൊണ്ടിട്ടുള്ള നേതാവ്, ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരൻ, രാഷ്ട്രീയ എതിരാളികളോടും സൗമ്യമായ നിലപാടുകൾ സ്വീകരിക്കുന്ന, പരസ്പര ബഹുമാനം ഉള്ളിൽ കൊണ്ടു നടന്നിരുന്ന നേതാവ് എന്നാണ് ഇതര രാഷ്ട്രീയ പാർട്ടികളിൽപ്പെട്ടവരുടെ പ്രതികരണം. തൊഴിലാളികൾക്ക് വേണ്ടി EMS സർക്കാരിനെതിരെ സമരം നയിച്ച CPI ബ്രാഞ്ച് സെക്രട്ടറിയായിരുന്നു ആനത്തലവട്ടം ആനന്ദൻ. അടിമുടി ട്രേഡ് യൂണിയനിസ്റ്റ്. എന്നും കയർ തൊഴിലാളി മേഖലയിൽ ആയിരുന്നു പ്രിയ തട്ടകം. പാർലമെന്ററി രംഗത്ത് ശോഭിച്ചപ്പോഴും തൊഴിലാളി രംഗം ആനത്തലവട്ടം കൈവിട്ടില്ല. കായലും കയറും പോൽ ഇഴുകിച്ചേർന്ന ബന്ധമായിരുന്നു തൊഴിലാളികളുമായി ആനത്തലവട്ടം ആനന്ദന്. വെള്ളത്താൽ ചുറ്റപ്പെട്ട ചിറയൻകീഴിലെ ആനത്തലവട്ടത്ത് ജനനം. കയറായിരുന്നു അന്നാട്ടുകാരുടെ ഏക ഉപജീവന മാർഗം. കയറും കയർ തൊഴിലാളികളുമായുള്ള അടുപ്പവും നന്നേ ചെറുപ്പത്തിൽ തുടങ്ങി. ദിവസക്കൂലി 8 അണയായിരുന്നു കയർ തൊഴിലാളികൾക്ക്. ട്രാവൻകൂർ തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ സമരം തുടങ്ങി. സ്കൂളിൽ പോകും വഴിയും തിരിച്ചു വരുമ്പോഴും സമരപ്പന്തലിലെത്തി മുദ്രാവാക്യം മുഴക്കി ആനന്ദൻ അവരിൽ ഒരാളായി. പിന്നെ അവരുടെ ആശയും ആവേശവുമായി. SF-യിലൂടെ വിദ്യാർത്ഥി രംഗത്തും സാന്നിധ്യം അറിയിച്ചു. വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾക്കു വേണ്ടി സർവപ്രതാപിയായ പ്രധാന അധ്യാപകരു നേരെ ശബ്ദമുയർത്തി. അധ്യാപകരുടെയും നാട്ടിലെ പ്രമാണിമാരുടെയും കണ്ണിലെ കരടായി. SSLC പാസ്സായെങ്കിലും സർട്ടിഫിക്കറ്റ് മാസങ്ങളോളം വൈകിച്ചായിരുന്നു
ഹെഡ് മാസ്റ്ററുടെ പകപോക്കൽ. ഇതിനിടയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗമായി. 54-ലെ പട്ടം താണുള്ള സർക്കാർ കയർ തൊഴിലാളികളുടെ ദിവസക്കൂലി 1 രൂപയാക്കി. മുതലാളിമാർ അത് നൽകാൻ തയ്യാറായില്ല. EMS സർക്കാർ വന്നിട്ടും മാറ്റമുണ്ടായില്ല. സ്ത്രീ തൊഴിലാളികളെയും കൂട്ടി ട്രെയിനിൽ ആനന്ദൻ തമ്പാനൂരിലേക്ക്. CPI സംസ്ഥാന കൗൺസിൽ ഓഫീസിലെത്തി. എന്തിനു വന്നെന്ന് സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി S. കുമാരന്റെ ചോദ്യം. മിനിമം കൂലിക്കായി സമരം ചെയ്യാനെന്ന് പാർട്ടി ബ്രാഞ്ച് സെക്രട്ടറിയുടെ മറുപടി. EMS സർക്കാരിനെതിരെ സമരം ചെയ്താൽ പാർട്ടിയിൽ കാണില്ലെന്ന് താക്കീത്. തൊഴിലാളികളെയും കൂട്ടി സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്ത ശേഷമേ ആനന്ദൻ ചിറയൻകീഴിലേക്ക് മടങ്ങിയുള്ളൂ. നേതൃത്വം ക്ഷോഭിച്ചു. സമരം ചെയ്ത പാർട്ടിക്കാർക്കെതിരെ നടപടി വേണമെന്ന് മുറവിളി. ഭരണവും സമരവും ഒന്നിച്ചു കൊണ്ടുപോകണമെന്ന വിഖ്യാത നിലപാടിലൂടെ EMS പ്രശ്നം പരിഹരിച്ചു. അങ്ങനെ ആനന്ദൻ പാർട്ടിയിൽ തുടർന്നു. CH കണാരൻ പറഞ്ഞ പ്രകാരം പ്രവർത്തന കേന്ദ്രം ആറ്റിങ്ങലിലേക്ക് മാറ്റി. മോട്ടോർ തൊഴിലാളികളെ സംഘടിപ്പിച്ചു. പാർട്ടിയിൽ ഫുൾ ടൈമറായി. തിരുവനന്തപുരം വാഴമുട്ടത്ത് അമ്മു എന്ന കയർ തൊഴിലാളിയെ കൊലപ്പെടുത്തിയ പോലീസിനെതിരെ നടന്ന ഐതിഹാസിക സമരം. AKGയുടെ അനുഗ്രാശിസുകളോടെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നടന്ന പട്ടിണി മാർച്ച്. എണ്ണമറ്റ സമര പോരാട്ടങ്ങൾ. തലയെടുപ്പുള്ള തൊഴിലാളി നേതാവായി വളരുകയായിരുന്നു ആനത്തലവട്ടത്തെ ആനന്ദൻ. അടിയന്തരാവസ്ഥക്കാലത്ത് 1.5 വർഷം ഒളിവു ജീവിതം, 2 മാസം ജയിലിൽ. ഏതാണ്ട് എല്ലാ തൊഴിലാളി യൂണിയനുകളുടെയും തലപ്പത്തെത്തി ആനത്തലവട്ടം. കയർ തൊഴിലാളികൾക്ക് വേണ്ടി EMS സർക്കാരിനെതിരെ ഉയർത്തിയ മുഷ്ടി KSRTC തൊഴിലാളികൾക്ക് വേണ്ടി പിണറായി സർക്കാരിനെതിരെയും ആനന്ദൻ താഴ്ത്തിയില്ല. അതുതന്നെയാണ് ആനത്തലവട്ടം ആനന്ദൻ എന്ന ട്രേഡ് യൂണിയൻ നേതാവിനെ അമരനാക്കുന്നത്. VV അരുൺ, ന്യൂസ് 18, തിരുവനന്തപുരം. തൊഴിലാളികൾക്ക് വേണ്ടി എക്കാലവും ശബ്ദമുയർത്തിയിരുന്ന ആനത്തലവട്ടം ആനന്ദൻ്റെ അന്ത്യം അല്പസമയം മുമ്പായിരുന്നു. തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജിൽ ആയിരുന്നു അന്ത്യം. പൊതുദർശനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കൃത്യമായ തീരുമാനം ഉണ്ടാകുന്നതേയുള്ളൂ. അല്പസമയത്തിനകം അദ്ദേഹത്തിൻ്റെ മൃതദേഹം വസതിയിലേക്ക് കൊണ്ടുപോകും എന്നാണ് അറിയുന്നത്. ഈ ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ പരിപാടി നിങ്ങൾ